ഓക്കെ, സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ അതിൽ പ്രധാനമായിട്ടും നമുക്ക് പഞ്ചായത്തി രാജ് അതുപോലെ മുനിസിപ്പാലിറ്റി ഈ രണ്ടെണ്ണമാണ് നോക്കേണ്ടതായിട്ടുള്ളത്. അപ്പൊ അതിൽ പഞ്ചായത്തി രാജില് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസ് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, സോ ഇനി അപ്കമിങ് ക്ലാസ്സസിൽ നമ്മൾ ഇതായിരിക്കും കൂടുതലായിട്ടും നോക്കുന്നുണ്ടാവുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം 15 മാർക്കിനാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് ഡിസ്കസ്. നമ്മുടെ ലക്ഷ്മികാന്ത് ആണ് കേട്ടോ. ഓക്കെ, ഇന്ത്യൻ പൊളിറ്റിയിലെ നമുക്ക് അതിൽ 38th ചാപ്റ്റർ ആണ്. ഇത് 6th എഡിഷൻ ആണ്. അപ്പൊ അതില് 30th ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പഞ്ചായത്തി രാജ്. The term Panchayati Raj in India signify the system of rural local self government. അപ്പൊ നമുക്ക് എന്താണ് മനസ്സിലാവുന്നത്? പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിൽ തന്നെ റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റിനെയാണ് കാണിക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ട പോയിന്റ്. പഞ്ചായത്തി രാജ് എന്ന് പറയുമ്പോൾ അത് ആക്ച്വലി എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് റൂറൽ സെൽഫ് ഗവൺമെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, റൂറൽ ലോക്കൽ ഗവൺമെന്റ് ഇതിനെയാണ് നമ്മൾ പഞ്ചായത്തി രാജ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു പഞ്ചായത്തി രാജിന്റെ എവല്യൂഷൻ നമ്മൾ പറഞ്ഞു അല്ലെ, ആൻഷ്യന്റ് ഇന്ത്യ തൊട്ടിട്ട് മോഡേൺ ഇന്ത്യ വരെയുള്ള ഒരു എവല്യൂഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ ഈ ഒരു പഞ്ചായത്തി രാജില് എന്താണ് റൂറൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് പ്രധാനമായിട്ടും അവർ പ്രതിദാനം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നത് ന്യൂമറസ് ലെജിസ്ലേഷൻസിലൂടെയും അല്ലെങ്കിൽ ആക്ടുകളിലൂടെ ഒക്കെയാണ്. ഓക്കെ, അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലായിട്ട് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. സോ ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓൾ ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യ ബൈ ദ ആക്ട് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് രണ്ട് രീതിയിലാണ് ലെജിസ്ലേഷൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് യൂണിയൻ ലെജിസ്ലേഷൻസ് ഉണ്ട്, അതായത് നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് തീരുമാനിക്കുന്ന ചില ആക്ടുകളും പോളിസീസ് ഒക്കെ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ സെൻട്രൽ ലെജിസ്ലേഷൻ എന്ന് വിളിക്കുക. അത് മാത്രമല്ല ഈ സെൻട്രലിന്റെ താഴെ വരുന്ന സ്റ്റേറ്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പൊ അവരുണ്ടാക്കുന്ന നിയമങ്ങളാണ് നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആക്ട് എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ രണ്ട് രീതിയിൽ നിയമങ്ങൾ ഉണ്ടാക്കാം. കാരണം നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ എന്താണ് 3 തരത്തിലുള്ള ലിസ്റ്റുകൾ ഉണ്ട് അല്ലെ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ദെൻ കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അത് കംപ്ലീറ്റ്ലി യൂണിയൻ ഗവൺമെന്റിന്റെ അണ്ടറിലാണ് വരുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സ്റ്റേറ്റുകളുടെ അണ്ടറിലാണ് വരുന്നത്. ദെൻ കൺകറന്റ് രണ്ടുപേർക്കും പൊതുവായിട്ടുള്ള അധികാരങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ യൂണിയനും വേണമെങ്കിൽ നിയമം ഉണ്ടാക്കും, അതുപോലെ തന്നെ എന്താണ് സ്റ്റേറ്റുകൾക്കും നിയമം ഉണ്ടാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ ഒരു പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമ്മൾ പറയുമ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ആക്ട് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഈ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറുകൾ ഇത്തരത്തിലുള്ള പഞ്ചായത്ത് രാജ് നിയമങ്ങൾ കൊണ്ടുവരാൻ കാരണം? അതിന്റെ കാരണമാണ് ഇനി പറയുന്നത്. ടു ബിൽഡ് ദ ഡെമോക്രസി അറ്റ് ദ ഗ്രാസ് റൂട്ട് ലെവൽ. ഓക്കെ, ഇവിടെ ഗ്രാസ് റൂട്ട് ലെവൽ എന്ന് പറയുമ്പോൾ താഴെ തട്ടിലേക്ക്. ഓക്കെ, അപ്പം ഏറ്റവും ടോപ്പ് മോസ്റ്റിലാണ് നമ്മുടെ യൂണിയൻ ഗവൺമെന്റ് ഉള്ളത്. അതിന്റെ താഴെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്. അതിന്റെ താഴെയാണ് നമ്മുടെ ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു വില്ലേജിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് ഡയറക്റ്റ് ആയിട്ട് എന്താണ് സെൻട്രുമായിട്ടുള്ള കോൺടാക്ട് ഒന്നും തന്നെ ഉണ്ടാവില്ല. എന്നാൽ അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോവുകയും വേണം. വിച്ച് മീൻസ് നമ്മുടെ ഗവർണൻസ് സിസ്റ്റത്തിൽ ലോക്കൽസിന്റെ പാർട്ടിസിപ്പേഷനും കൂടെ ഉൾപ്പെടുത്തണം അല്ലെ. നമ്മുടെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയാണ്. അവിടെ എല്ലാവർക്കും ഒരുപോലെ സ്ഥാനം വേണം അല്ലെ. അപ്പൊ അതുകൊണ്ട് അത് ഉറപ്പുവരുത്താൻ വേണ്ടി തന്നെയാണ് നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് അവരുടെ കീഴിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെന്റുകളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത് എന്തിനെയാണ് കാണിക്കുന്നത്? അവരുടെ പ്രദേശങ്ങളിലുള്ള റൂറൽ ഡെവലപ്മെന്റിനെയാണ് ഇത് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് വാസ് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ത്രൂ ദ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട്. അപ്പൊ ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിൽ പോലും നമുക്കൊരു നിയമം പ്രാബല്യത്തിൽ വരണമെങ്കിൽ എന്താണ്, അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുണ്ടായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ പാർലമെന്റിൽ പറയുന്ന നിയമങ്ങളിലോ മറ്റു നിയമ സംഹിതകളിലോ ഒക്കെ പരാമർശിച്ചിട്ടുണ്ടാവണം. അപ്പോ ഈ ഒരു പഞ്ചായത്തി രാജ് സിസ്റ്റം അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നമ്മൾ തുടക്കത്തിൽ കൊണ്ടുവരുന്ന സമയത്ത്, ഇപ്പൊ ഈവൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ പോലും ഈ ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ ഈ പഞ്ചായത്തി രാജ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഗാന്ധിജി ആ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരുപാട് കൺസെപ്റ്റ് ഉണ്ട് പഞ്ചായത്തി രാജുമായി ബന്ധപ്പെട്ട്. അത് നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട്. ഗാന്ധിയൻ മെത്തേഡ് ഓഫ് പഞ്ചായത്തി രാജ് സിസ്റ്റം, അതുപോലെ തന്നെ ടാഗോറിന്റെ കൺസെപ്റ്റ്, ഇതെല്ലാം പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പിന്നീട് എന്താണ് ഒരുപാട് ആക്ടുകളും പോളിസീസ് ഒക്കെ വരാൻ തുടങ്ങി. ഫൈനലി 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടിലൂടെ അതെന്താണ് വന്നത്, 1992 കേട്ടോ. അപ്പൊ 1992 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ആക്ടിലൂടെയാണ് നമുക്ക് ആ ഒരു പഞ്ചായത്തി രാജ് അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആശയം അത് കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയി
മാറിയത്. ഓക്കെ, ഇപ്പൊ രണ്ട് തരത്തിലുള്ള നിയമങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നൽകുന്ന നിയമങ്ങളുണ്ട്. ദാറ്റ് മീൻസ് വിച്ച് വർ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ട ചില നിയമങ്ങളുണ്ട്. ഓക്കെ, എന്നാൽ ചിലത് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് പാർലമെന്റ് തന്നെ കൊണ്ടുവരുന്ന നിയമങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ പഞ്ചായത്ത് രാജ് എന്ന് പറയുന്നത് ഇപ്പോൾ എന്താണ് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രകാരം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഇതാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് അതിന്റെ ഒരു എവല്യൂഷൻ, ഗ്രാജുവൽ എവല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. ഓക്കെ, സോ വി ക്യാൻ സീ ദ എവല്യൂഷൻ ഓഫ് ദി പഞ്ചായത്ത് രാജ്. ഓക്കെ, അതിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. അപ്പോൾ ഇങ്ങനെ ഈ കമ്മിറ്റീസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഇത് ഫസ്റ്റ് കമ്മിറ്റിയാണ് അല്ലെ, ഫസ്റ്റ് കമ്മിറ്റിയാണ് ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കമ്മിറ്റികൾ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് ഇത്തരം കമ്മിറ്റീസും ആ കമ്മിറ്റീസ് ഫോം ചെയ്ത ഡേറ്റും അതിന്റെ ചെയർമാൻ ആരാന്നുള്ളതും പിന്നെ അതിൽ പറഞ്ഞിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് പ്രൊവിഷൻസും. കാരണം ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ സമയത്ത് എന്താണ് പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. പിന്നീട് ഒരുപാട് കമ്മിറ്റീസിന്റെ റെക്കമെൻഡേഷൻ വഴി അവർക്ക് മനസ്സിലായി ഇനി നമ്മൾ പഞ്ചായത്ത് രാജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊവിഷൻ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടുത്തണം, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കണം എന്നുള്ളതും ഓരോ വ്യക്തികൾ സജസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മുന്നോട്ട് വന്ന ആദ്യത്തെ വ്യക്തിയാണ് ബൽവന്ത് റായ് മെഹ്ത്ത എന്ന് പറയുന്നത്. സോ അദ്ദേഹം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ ഒരു കമ്മിറ്റിയാണ് നമ്മൾ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയുടെ സോ വി ക്യാൻ സീ ഇൻ ജാനുവരി 1957 the government of India appointed a committee to examine the working of the community development program 1952 and national extension service 1953 and to suggest measure for their better working. അതായത് ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിനി എക്കണോമിയിൽ പഠിക്കാനുണ്ട്. നമ്മൾ ഒരുപാട് സ്കീംസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ 5-year പ്ലാൻ ഉണ്ടല്ലോ, ആ ഒരു കാലഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് സ്കീംസ് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിൽ വന്നിട്ടുള്ള ഒരു 1951 to 56 ആണ് നമ്മുടെ ഫസ്റ്റ് 5-year പ്ലാൻ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ സമയത്ത് എന്താണ് 1952 നമ്മളൊരു പ്രോഗ്രാം കൊണ്ടുവന്നു, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഓക്കെ, ദെൻ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന രീതിയിൽ നമ്മൾ കൊണ്ടുവന്നാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പറയുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റീസിനെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എസ്പെഷ്യലി പറയുന്നത് റൂറൽ ഏരിയാസിലൊക്കെ എന്താണ് ഒരുപാട് ആളുകൾ അണ്ടർ ഡെവലപ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള ഈ പോവേർട്ടി അലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് നമ്മൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. നമ്മൾ ഈ 5-year പ്ലാൻസ് പറയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതെല്ലാം പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അങ്ങനെ കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന്റെ പേരാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ ഈ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം കൊണ്ടുവന്നപ്പോൾ അതിന്റെ പിന്നിലുണ്ടായിരുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്നു എന്നുള്ളതാണ്. നമുക്കൊരു ഓൾ ഓവർ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ എന്താ പറയാ മൊത്തം സ്റ്റേറ്റുകളിലേക്കും എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഇതിന് സാധിച്ചില്ല. തുടർന്ന് തൊട്ടടുത്ത വർഷം 1953 നമ്മൾ പുതിയതായിട്ടൊരു പ്രോഗ്രാം കൊണ്ടുവരാണ് നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്. അതെന്തിനാണ് നമ്മുടെ CDP അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാമിന് സാധ്യമാവാത്ത ഏരിയകളിലേക്കൂടെ നമ്മുടെ പ്രോഗ്രാംസിനെ എക്സ്റ്റെൻഡ് ചെയ്യിക്കുക. അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് കൊണ്ടുവന്നത്. അപ്പൊ അതോടുകൂടി എന്താണ് നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റിനെ എൻ്റർ ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യിക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ ഈ ഒരു CDPയും അതുപോലെ നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് ഒക്കെ നമ്മൾ കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഒരു പ്രോപ്പർ വർക്കിംഗ് എങ്ങനെയാണ്, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ഇനി പ്രശ്നങ്ങൾ ഉണ്ടോ, അത് പ്രോപ്പർ ആയിട്ട് തന്നെയാണോ പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ത് ചെയ്തു 1957 ഒരു കമ്മിറ്റിനെ രൂപീകരിച്ചു. ആ കമ്മിറ്റിയുടെ ചെയർമാന്റെ പേരാണ് ബൽവന്ത് റായ് എന്ന് പറയുന്നത്. സോ ഹെൻസ് ഇറ്റ് ഈസ് കോൾഡ് ദ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി. ഓക്കെ, അപ്പൊ തന്നെയാണ് അടുത്ത പോയിന്റിൽ പറയുന്നത് എന്താണ്, അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്? ഇൻ ഓർഡർ ടു മെഷർ ദിയർ ബെറ്റർ വർക്കിംഗ്, അവരുടെ ബെറ്റർ വർക്കിങ്ങിന് വേണ്ടിയിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നത്. ദ ചെയർമാൻ ഓഫ് ദിസ് കമ്മിറ്റി വാസ് ബൽവന്ത് റായ് ജി മെഹ്ത്ത. ഓക്കെ, അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ബൽവന്ത് റായ് മെഹ്ത്ത ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്മിറ്റി നമ്മൾ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി എന്ന് പറയുന്നത്. തുടർന്ന് ഈ ഒരു കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നപ്പോഴാണ് നവംബർ 1957 അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു ആൻഡ് റെക്കമെൻഡഡ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ സ്കീം ഓഫ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ which ultimately came to be known as the പഞ്ചായത്ത് രാജ്. അപ്പോൾ ഈ കമ്മിറ്റി അവരുടെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ ഈ സ്കീമുകളൊക്കെ തന്നെ കൊള്ളാം, സൂപ്പറാണ്, പക്ഷേ എന്ത് വേണം, നമ്മുടെ ഈ സ്കീമുകൾ കുറച്ചുകൂടെ എന്താണ് താഴെ തട്ടിലേക്ക് നമുക്ക് കുറച്ചും കൂടെ എത്തിക്കാനായിട്ട് സാധിക്കണം. അപ്പൊ അതിനു വേണ്ടി നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു മെത്തേഡാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഡീസെൻട്രലൈസേഷൻ? സെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, എന്താണ് ഒരു സെന്റർ ഉണ്ടാവും, ആ സെന്ററിന്റെ അടിയിലാണ് കംപ്ലീറ്റ് ആളുകൾ ഉണ്ടാവും അല്ലെ. ഫോർ എക്സാമ്പിൾ ഹിയർ വി ഹാവ് യൂണിയൻ ഗവൺമെന്റ് അല്ലെ. അപ്പൊ യൂണിയൻ ഗവൺമെന്റിനാണ് കംപ്ലീറ്റ് പവർ എന്ന് വിചാരിക്കുക. അതിനാണ് നമ്മൾ സെൻട്രലൈസേഷൻ എന്ന് പറയാം. നമ്മളെ ഗ്രാജുവൽ എവല്യൂഷൻ പറഞ്ഞപ്പോൾ മൗര്യ കാലഘട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, ചന്ദ്രഗുപ്ത മൗര്യയുടെ
മൗര്യൻ എംപയർ. ഈ മൗര്യൻ എംപയറിന്റെ ഒരു നേച്ചർ എന്തായിരുന്നു? അത് സെൻട്രലൈസ്ഡ് ആയിരുന്നു അല്ലെ. അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര സെൻട്രലൈസ്ഡ് ആയിരുന്നു. ഓക്കെ, അതായത് ഒരു മേജർ ആയിട്ട് കിങ് ഉണ്ടാവും, ആ കിങ്ങിന്റെ അണ്ടറിലാണ് എല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ സമയത്ത് തന്നെ എന്താണ്, നമ്മുടെ താഴെയുള്ള ലോക്കൽ ആയിട്ടുള്ള ഗ്രാമങ്ങളും വില്ലേജുകളും അവരുടെ ഒന്നും പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നമുക്ക് പ്രോപ്പർ ആയിട്ട് എത്തിക്കാൻ സാധിച്ചു എന്നൊന്നും വരത്തില്ല. അപ്പോൾ ഈ ബൽവന്ത് മേത്ത പറഞ്ഞു നമുക്ക് അങ്ങനെ ഒരു സെൻട്രലൈസേഷൻ ഒരു കൺസെപ്റ്റ് വേണ്ട, നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആണ് വേണ്ടത്. ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ജനാധിപത്യം അല്ലെ. അപ്പൊ അവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു പാർട്ടിസിപ്പേറ്റഡ് ഡെമോക്രസി, എല്ലാവർക്കും ഈ ഒരു ഡെമോക്രസിയുടെ എന്താ പറയാ അഡ്വാൻറ്റേജ് എത്തണം. അതിനുവേണ്ടി എന്താണ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു കൺസെപ്റ്റ് ആര് പറയാണ്, നമ്മുടെ ബൽവന്ത് മേത്ത പറയാണ്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അപ്പൊ അദ്ദേഹം എന്ത് പറഞ്ഞു, ഒരു കുറച്ച് റെക്കമെൻഡേഷൻസ് പറഞ്ഞു. അതായത് ചുമ്മാ എന്താണ് ഈ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല എന്താണ് ഇപ്പൊ ഇയാൾ പറയുന്നത്, പലർക്കും ഡൗട്ട് ഉണ്ടാവും. അദ്ദേഹം പറഞ്ഞു ശരി, ഞാൻ കുറച്ച് റെക്കമെൻഡേഷൻസ് പറയാം, ഇത് പ്രോപ്പർ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എത്തിക്കാൻ പറ്റുമെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്ന കുറച്ച് പോയിന്റുകൾ, ഈ പോയിന്റുകളാണ് നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ചോദിക്കുക. ഓക്കെ, അപ്പൊ ഞാൻ ഇത് വൃത്തിക്ക് പറഞ്ഞുതരാം, നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് തന്നെ അത് പഠിച്ചിട്ട് പോവാ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത് എക്സ്ട്രാ വായിക്കാനുള്ളൊരു ഇടം നിങ്ങൾ വരുത്തരുത്. മാക്സിമം ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോവാ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സോ ഫസ്റ്റ് അദ്ദേഹം പറഞ്ഞത് എന്താണ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം. അദ്ദേഹം പറഞ്ഞു നമുക്ക് പഞ്ചായത്ത് രാജ് സിസ്റ്റം കൊണ്ടുവന്നാൽ മാത്രം പോരാ, അതൊരു 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആയിരിക്കണം. ഓക്കെ, അപ്പൊ യെല്ലോ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ നോക്കൂ, 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ ഏതാണ് ആ 3 ടയർ? അപ്പൊ 3 എണ്ണം ഉണ്ടെന്ന് മനസ്സിലായി. അപ്പൊ ഏതൊക്കെയാണ്? ഒന്ന് ഗ്രാമപഞ്ചായത്ത്, ദെൻ വില്ലേജ്, ഗ്രാമപഞ്ചായത്ത് അറ്റ് വില്ലേജ് ലെവൽ. അപ്പം ഗ്രാമപഞ്ചായത്താണ്. ഗ്രാമം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു താഴെ തട്ടിലുള്ളതാണ് അല്ലെ. അപ്പൊ ഗ്രാമത്തിലുള്ളവര്, അങ്ങനെ ഒരു കൺസെപ്റ്റ് എടുത്താൽ മതി. ഗ്രാമം എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വില്ലേജ് ലെവൽ ആയിരിക്കും. സോ ഗ്രാമപഞ്ചായത്ത് അറ്റ് വില്ലേജ് ലെവൽ ഫസ്റ്റ് പോയിന്റ് ആണ്, ഫസ്റ്റ് ടയർ ആണ് ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വില്ലേജ് ലെവൽ പഞ്ചായത്താണ്. ദെൻ അടുത്ത എന്താണ്, പഞ്ചായത്ത് സമിതി. പഞ്ചായത്ത് സമിതി അറ്റ് ദി ബ്ലോക്ക് ലെവൽ. നോക്കൂ, പഞ്ചായത്ത് സമിതി എവിടെയാണ്? ബ്ലോക്ക് ലെവലിലാണ്. ഓക്കെ, so we have panchayat samiti at block level. Then zilla parishad at the district level. But zilla parishad അഥവാ district panchayat at district level എന്നും പറയാം. സോ 3 ടയർ ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലായി. ഗ്രാമപഞ്ചായത്ത് at village level, panchayat samiti at the block level and zilla parishad at the district level. Okay, അത് ഓക്കെ ആണല്ലോ. ആൻഡ് ദീസ് ടയർസ് ഷുഡ് ബി ഓർഗാനിക്കലി ലിങ്ക്ഡ് ത്രൂ ദ ഡിവൈസ് ഓഫ് ഇൻഡയറക്ട് ഇലക്ഷൻ. അപ്പോൾ ഇങ്ങനെ 3 ടയർ കൊണ്ടുവന്നു, അത് കറക്റ്റ് ആണ്. ഇനി ആ 3 എണ്ണത്തിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, പരസ്പരം ലിങ്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ലിങ്ക് ചെയ്യണമെങ്കിൽ നമുക്ക് അവിടെ എന്ത് വേണം, ഇലക്ഷൻസ് വേണം അല്ലെ. സോ അവിടെ നമ്മൾ കൊണ്ടുവരേണ്ടത് ഇൻഡയറക്ട് ഇലക്ഷൻ ആണ് എന്നാണ് പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങൾക്ക് എക്സാമിന് ഇങ്ങനെ ചോദിക്കാം. എങ്ങനെയാണ് ചോദിക്കുക, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ഫോർ എക്സാമ്പിൾ എന്താണ്, ബൽവന്ത് മേത്ത കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻസുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നത് ശരിയായത് ഏത്? ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയും, 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം. ഓക്കെ ആണല്ലോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രാമപഞ്ചായത്ത് അറ്റ് വില്ലേജ് ലെവൽ, പഞ്ചായത്ത് സമിതി അറ്റ് ബ്ലോക്ക് ലെവൽ ആൻഡ് ജില്ലാ പരിഷത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ, നമ്മൾ ഫൈൻ ആണ് പഠിച്ചിട്ടുണ്ട്. അടുത്ത സ്റ്റേറ്റ്മെന്റ് എങ്ങനെയായിരിക്കും, ദീസ് ടയർസ് ഷുഡ് ബി ഓർഗാനിക്കലി ലിങ്ക്ഡ് ത്രൂ ദ ഡിവൈസ് ഓഫ് ഡയറക്ട് ഇലക്ഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ്, ഡയറക്ട് ഇലക്ഷൻ ആണോ? അല്ല, എന്താണ് അവിടെ, ഇൻഡയറക്ട് ഇലക്ഷൻ ആണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ എന്താണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ, ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഡയറക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ എന്താ പറയാ, ഡയറക്റ്റ് ആയിട്ട് നമ്മളവിടെ പോകുന്നു, നമ്മുടെ റെപ്രസെന്റേറ്റീവിനെ തെരഞ്ഞെടുക്കുന്നു. ഇപ്പൊ നമ്മൾ പഞ്ചായത്തുകളിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് അവിടെ പോയിട്ട് നമ്മുടെ റെപ്രസെന്റേറ്റീവ്സിനെ തെരഞ്ഞെടുക്കുന്നു. അതാണ് ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. അവിടെ FPTP ആണ്, ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം ആണ്. ആരാണോ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അദ്ദേഹം ജയിക്കും. ഓക്കെ, ഇപ്പൊ 2 പേര് നിൽക്കുകയാണെങ്കിൽ ഒരാൾക്ക് 50 വോട്ട് കിട്ടി, ഒരാൾക്ക് 51 വോട്ട് കിട്ടി. അപ്പൊ മെജോറിറ്റി ആരാണ്, 51 കിട്ടിയ ആളല്ലേ. സോ അദ്ദേഹം ജയിക്കും. ഇതിനാണ് നമ്മൾ ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ലോക്സഭ ഇലക്ഷൻസ് ഒക്കെ എന്താണ്, ഡയറക്റ്റ് ഇലക്ഷൻസ് ആണ്. ഇനി ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആക്ച്വലി തെരഞ്ഞെടുത്ത നമ്മുടെ ജനപ്രതിനിധികൾ അവർ തന്നെ എന്താണ് ഇലക്ഷൻ ചെയ്തുകൊണ്ട് അവിടെയുള്ള ചെയർമാനെയോ മറ്റു ആളുകളെയൊക്കെ അപ്പോയിന്റ് ചെയ്യാറുണ്ട്. ഇതൊരു ഇൻഡയറക്റ്റ് മോഡിലാണ്. ദാറ്റ് മീൻസ് അവിടെ ഇൻഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയാൻ കാരണം അവിടെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം അല്ല യൂസ് ചെയ്തത്. ഓക്കെ, അവിടെ പ്രപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു 5 പേരുണ്ടെന്ന് വെച്ചോ, 5 പേര് സ്ഥാനാർത്ഥികളായിട്ട് നിൽക്കുവാണ്. അങ്ങനെയാണെങ്കിൽ ആ 5 പേർക്കും എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് വോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്, ഞാൻ ഇപ്പൊ ഫസ്റ്റ് നമ്മുടെ ഡയറക്റ്റ് ഇലക്ഷനിലാണെങ്കിൽ ഈ 5 പേരിൽ ഒരാൾക്കേ ഞാൻ വോട്ട് ചെയ്യത്തുള്ളൂ അല്ലെ. എന്നാൽ ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആവുന്ന സമയത്ത് ഞാൻ 5 പേർക്കും വോട്ട് ചെയ്യും. പക്ഷെ 5 പേർക്ക് ഞാനൊരു പ്രയോറിറ്റിയാണ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ABCDEF എന്ന് പറഞ്ഞ വ്യക്തികളാണെങ്കിൽ ഞാൻ എയിലേക്ക് എന്താണ് എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നു, ബിയിലേക്ക് ഞാൻ ചിലപ്പോൾ സെക്കൻഡ് പ്രയോറിറ്റി ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക, സി ഞാൻ തേർഡ് പ്രയോറിറ്റി ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക. സോ അങ്ങനെ
ഈ പ്രയോറിറ്റി അനുസരിച്ചിട്ടാണ് അവിടെ ആളുകളെ തിരഞ്ഞെടുക്കുക. ഓക്കെ, അപ്പം എന്ത് സംഭവിക്കുന്നു? ഇവിടെ പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ബൈ മീൻസ് ഓഫ് സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടാണ്. ദാറ്റ് മീൻസ് ഇപ്പോ പ്രയോറിറ്റി അനുസരിച്ചിട്ട് ഇപ്പൊ എന്താണ്, എയും ബിയും ഇപ്പൊ ടോപ്പ് മെജോറിറ്റിയിലുണ്ട്. ഇനി എന്താണ്, മറ്റേ CDE എന്ന് പറയുന്നവർക്ക് പ്രയോറിറ്റി കുറവാണെങ്കിൽ അവരെന്ത് ചെയ്യും, അവിടുന്ന് എലിമിനേറ്റ് ചെയ്യും. അപ്പൊ എലിമിനേറ്റ് ചെയ്യുന്നതോടൊപ്പം അവരുടെ പ്രയോറിറ്റിയിലുള്ള ആളുകൾ ഇപ്പൊ എയിലും ബിയിലും എത്രയാണോ പ്രയോറിറ്റി വരുന്നത് എന്നനുസരിച്ചിട്ട് ബിയുടെയും സിയുടെയും വോട്ടുകൾ എയിലേക്കും ബിയിലേക്കും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് എ ആണോ ബി ആണോ ടോപ്പ് പ്രയോറിറ്റിയിൽ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഞാൻ എയിലേക്ക് ഞാൻ കൊടുത്തത് ഒന്നാമത്തെ പ്രയോറിറ്റിയാണ്, ബിക്ക് ഞാൻ കൊടുത്തത് രണ്ടാമത്തെ പ്രയോറിറ്റിയാണ്, സിയിലേക്ക് ഞാൻ കൊടുത്തത് മൂന്നാമത്തെ പ്രയോറിറ്റി ആണെന്ന് വെച്ചോ. ഇപ്പൊ സി എന്ന് പറഞ്ഞ ആൾക്ക് കൂടുതൽ വോട്ട് കിട്ടാത്തതുകൊണ്ട് അദ്ദേഹം എലിമിനേറ്റ് ആയി. അപ്പോൾ എന്ത് ചെയ്യും, സിയുടെ വോട്ട് എന്ത് ചെയ്യും, അത് എയിലേക്കും ബിയിലേക്കും ട്രാൻസ്ഫർ ആവും. അപ്പൊ എങ്ങനെയാ ട്രാൻസ്ഫർ ആവുക? എന്റെ വോട്ട് ഞാൻ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തത് ആർക്കാണ്? എയിലേക്കാണല്ലോ. എന്നാൽ ഞാൻ സിയിലേക്കും പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ വോട്ട് സിയിൽ നിന്നും എയിലേക്കാണ് ആദ്യം ട്രാൻസ്ഫർ ആവുക, ദെൻ ബിയിലേക്ക് ട്രാൻസ്ഫർ ആവുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്താണ്, ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ടാണ് അവിടെ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ഇവിടെ അദ്ദേഹം പറഞ്ഞത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് എന്നുള്ള കാര്യം മാത്രം ഓർത്ത് വെക്കുക. ബാക്കിയെല്ലാം നമ്മൾ പാർലമെന്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഡയറക്റ്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ റെപ്രസെന്റേറ്റീവ്സ് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുന്നു. അവിടെ എന്താണ്, ഒരാൾക്ക് ഒരു സമയം ഒരാൾക്ക് മാത്രമേ വോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ ഒരാൾക്ക് മൾട്ടിപ്പിൾ കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാൻ പറ്റും. ഇതാണ് ജനറൽ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ നമുക്ക് ഇതിലേക്ക് വരാം. അപ്പൊ ഈ ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ആണ് അദ്ദേഹം അവിടെ പറഞ്ഞു വെച്ചത്. ഓക്കെ, ദെൻ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് എന്താ പറയുന്നത്, ദ വില്ലേജ് പഞ്ചായത്ത് ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ഡയറക്ട്ലി ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്, whereas പഞ്ചായത്ത് സമിതി ആൻഡ് ജില്ലാ പരിഷത്ത് ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ഇൻഡയറക്ട്ലി ഇലക്ടഡ് മെമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടാമത്തെ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഫസ്റ്റ് പോയിന്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറഞ്ഞിട്ടുള്ള 3 ടയർ പഞ്ചായത്ത് സിസ്റ്റത്തിലുള്ള ഗ്രാമപഞ്ചായത്തുകളെയും പഞ്ചായത്ത് സമിതിയെയും അതുപോലെ ജില്ലാ പരിഷത്തുകളെയും ലിങ്ക് ചെയ്യേണ്ടത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണെന്ന് പറഞ്ഞു. എന്നാൽ അതേസമയം അദ്ദേഹം രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞത്, വില്ലേജ് പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടത് ഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ്. നമുക്ക് മനസ്സിലാക്കാം, വില്ലേജ് ദാറ്റ് ഈസ് താഴെ തട്ടിലുള്ളവരെ എലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ്. അതാണ് പറയുന്നത്, വില്ലേജ് പഞ്ചായത്ത് ഷുഡ് ബി കോൺസ്റ്റിറ്റ്യൂട്ടഡ് വിത്ത് ഡയറക്ട്ലി ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ്. വില്ലേജ് പഞ്ചായത്തുകൾ എന്താണ്, ഡയറക്ട്ലി ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കണം. എന്നാൽ പഞ്ചായത്ത് സമിതിയിലും അതുപോലെ ജില്ലാ പരിഷത്തിലും ആളുകളെ തിരഞ്ഞെടുക്കുമ്പോൾ അത് ഇൻഡയറക്ട്ലി ഇലക്ടഡ് മെമ്പേഴ്സ് ആയിരിക്കണം എന്ന് അദ്ദേഹം പിന്നീട് പറഞ്ഞു. ഓക്കെ, ഈ പോയിന്റുകൾ തമ്മിൽ എന്ത് ചെയ്യരുത്, കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ വില്ലേജ് പഞ്ചായത്തിലാണെങ്കിൽ ഡയറക്ട്ലി ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സും പഞ്ചായത്ത് സമിതിയിലും ജില്ലാ പരിഷത്തിലും ഇൻഡയറക്ട്ലി ഇലക്ടഡ് മെമ്പേഴ്സുമാണ് ഉള്ളത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇതെല്ലാം ഇദ്ദേഹം പറഞ്ഞ റെക്കമെൻഡേഷൻസ് ആണ്. ഓക്കെ, ഇത് റെക്കമെൻഡേഷൻസ് ആണ്, നമുക്ക് വേണമെങ്കിൽ എടുക്കാം, വേണമെങ്കിൽ ഒഴിവാക്കാം. ഓക്കെ, ഇപ്പൊ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം കൊണ്ടുവന്നു. അതിൽ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് വില്ലേജ് ലെവലിലും പഞ്ചായത്ത് സമിതി എന്ന് പറയുന്നത് ബ്ലോക്ക് ലെവലും ജില്ലാ പരിഷത്ത് എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലെവലുമാണ്. ഈ 3 ടയറുകളെ ലിങ്ക് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ഇലക്ഷൻ വഴിയാണ് എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞെങ്കിലും രണ്ടാമത് പറഞ്ഞു, വില്ലേജ് പഞ്ചായത്ത് ഡയറക്ട്ലി ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കണം, പഞ്ചായത്ത് സമിതിയും ജില്ലാ പരിഷത്തും ഇൻഡയറക്ട്ലി ഇലക്ടഡ് മെമ്പേഴ്സ് ആയിരിക്കണം എന്നും അദ്ദേഹം പിന്നീട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഓൾ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റി ഷുഡ് ബി എൻട്രസ്റ്റഡ് ടു ദീസ് ബോഡി. അപ്പോൾ ഇവരുടെ പ്രധാന ഡ്യൂട്ടി എന്തായിരിക്കണം, അവരുടെ പ്രദേശങ്ങളിലെ പ്ലാനിങ് അല്ലെങ്കിൽ മറ്റു ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് ഇതെല്ലാം ഈ ബോഡീസ് ആയിരിക്കണം ചെയ്യേണ്ടത്. ഓക്കെ, പിന്നെ അദ്ദേഹം പറഞ്ഞു, പഞ്ചായത്ത് സമിതി ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് ബോഡി വൈൽ ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ അഡ്വൈസറി, കോർഡിനേറ്റിംഗ് ആൻഡ് സൂപ്പർവൈസറി ബോഡി. അദ്ദേഹം പറയാണ്, നമ്മുടെ പഞ്ചായത്ത് സമിതി എന്ന് പറയുമ്പോൾ ആരാ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആരാ പഞ്ചായത്ത് സമിതി, ബ്ലോക്ക് ലെവലിലുള്ള ആളുകളാണ് നമ്മൾ പഞ്ചായത്ത് സമിതി എന്ന് പറയുന്നത്. സോ ദിസ് പഞ്ചായത്ത് സമിതി ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് ബോഡി. ഈ പഞ്ചായത്ത് സമിതി ആയിരിക്കണം എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ട് വർക്ക് ചെയ്യേണ്ടത്. എന്താണ് എക്സിക്യൂട്ടീവ് ബോഡി? നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ലെജിസ്ലേച്ചർ ഉണ്ട്, എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്. ആരാ ലെജിസ്ലേച്ചർ? നിയമങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഈ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ. ദെൻ എക്സിക്യൂട്ടീവ് ആരാണ്? അത് എക്സിക്യൂട്ട് ചെയ്യുന്നവരെയാണ് നമ്മൾ എക്സിക്യൂട്ടീവ്സ് എന്ന് വിളിക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മുടെ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ആ പ്ലാൻ എന്താണ് എക്സിക്യൂട്ട് ചെയ്യുന്നവരാ. സോ ദേ ആർ എക്സിക്യൂട്ടീവ്സ് അല്ലെ. പിന്നെന്താണ് നമ്മുടെ മന്ത്രിമാര് എക്സിക്യൂട്ടീവ്സ് ആണ് അല്ലെ. പ്രസിഡന്റ് എക്സിക്യൂട്ടീവ്സ്. അപ്പൊ എന്താണ് ഇവരൊക്കെ എന്താണ് ആ ഒരു പെർട്ടിക്കുലർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് എക്സിക്യൂട്ടീവ്സ് എന്ന് വിളിക്കാം. ഇനി ലെജിസ്ലേച്ചർ ആരാണ്? അത് നിയമം ഉണ്ടാക്കുന്നവരാ. അപ്പോൾ MP MLA അവരൊക്കെ എന്താണ് നിയമം ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. സോ അവരെന്താണ് അവർ ലെജിസ്ലേച്ചർ ആണ്. ഇനി ജുഡീഷ്യറി എന്താ? ഇവരുണ്ടാക്കുന്ന നിയമങ്ങളെയും എക്സിക്യൂട്ട് ചെയ്യുമ്പോഴൊക്കെ എന്താണ് അത് ചെക്ക് ചെയ്യുന്നവരാണ് ജുഡീഷ്യറി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി അപ്പൊ ഇവിടെ ആ ഒരു പഞ്ചായത്ത് സമിതിക്കാണ് എക്സിക്യൂട്ടീവ് പവർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അക്കോർഡിംഗ് ടു ബൽവന്ത് റായ് ദ പഞ്ചായത്ത് സമിതി ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് ബോഡി. ഓർത്തു വെക്കുക.
while the ജില്ലാ പരിഷത്ത് should be the advisory, coordinating and supervisory body. ഇനി ജില്ലാ പരിഷത്താണ് ഇവിടെ അഡ്വൈസറി കോർഡിനേറ്റിംഗ് ബോഡി എന്നറിയപ്പെടുന്നത്. അപ്പോൾ കാര്യങ്ങൾക്ക് കോർഡിനേഷൻ കൊടുക്കാനും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാനും എല്ലാം ആര് സഹായിക്കും? ജില്ലാ പരിഷത്ത് സഹായിക്കും. എന്നാൽ പഞ്ചായത്ത് സമിതി എന്താ ചെയ്യുക? അവരത് എക്സിക്യൂട്ട് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇനി അടുത്ത എന്താ പറയുന്നത്? ദ ഡിസ്ട്രിക്ട് കളക്ടർ ഷുഡ് ബി ദ ചെയർമാൻ ഓഫ് ദി ജില്ലാ പരിഷത്ത്. അല്ലെ, ജില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായത് ഡിസ്ട്രിക്റ്റ് ആണ്. സോ ഓഫ് കോഴ്സ് അതിന്റെ ചെയർമാൻ ആയിരിക്കും? ഡിസ്ട്രിക്ട് കളക്ടർ തന്നെ ആയിരിക്കും. സോ ഡിസ്ട്രിക്ട് കളക്ടർ ഷുഡ് ബി ദ ചെയർമാൻ. ഡിസ്ട്രിക്ട് കളക്ടർ ഷുഡ് ബി ദ ചെയർമാൻ. ഓക്കെ. ഇനി there should be a genuine transfer of power and responsibility to this democratic body. അപ്പൊ ഇവർക്ക് ഇവരുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു പവർ വേണം, അല്ലെ? ഇപ്പൊ എനിക്കൊരു പവർ ഉണ്ടെങ്കിലല്ലേ എന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോ ഒരു കോമൺ മാൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് പവർ മീൻസ് എനിക്ക് റൈറ്റ്സ് ഉണ്ട്, ബട്ട് എനിക്ക് എന്താണ് എക്സിക്യൂഷനുള്ള പവറും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, അല്ലെ? അപ്പൊ ഞാൻ ഇപ്പൊ നേരെ മറിച്ച് ഒരു MLA അല്ലെങ്കിൽ MP ഒക്കെ ആയി മാറുന്ന സമയത്ത് എനിക്ക് എന്താണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു പവറും കൂടെ കിട്ടുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ഒരു പവർ ട്രാൻസ്ഫർ ആർക്ക് കൊടുക്കണം? ഈ പറഞ്ഞിട്ടുള്ള ഡെമോക്രാറ്റിക് ബോഡീസിന് കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹം ആറാമതായിട്ട് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻ. Then adequate resources should be transferred to this body to enable them to discharge their function and fulfill their responsibility. Of course, അപ്പം അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ട് ചെയ്യാനുള്ള പവർ മാത്രം കൊടുത്താൽ പോരാ. ഇനി എന്തുകൂടെ വേണം? അതിനനുസരിച്ചുള്ള റീസോഴ്സും കൂടെ അവർക്ക് കൊടുക്കണം, അല്ലെ? ഫോർ എക്സാമ്പിൾ എന്താണ്? മണി സോഴ്സ് വേണം. ഓക്കെ. ഇനി ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യേണ്ടി വരും. അപ്പൊ അതിനൊക്കെ എന്താണ്? നമുക്ക് റീസോഴ്സ് ആവശ്യമാണ്. സോ അത്തരത്തിലുള്ള റീസോഴ്സ് ട്രാൻസ്ഫറിങ്ങും അവിടെ നടക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. Then a system should be evolved to effect further devolution of the authority in future. ഇനി ഫ്യൂച്ചറിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് വീണ്ടും ഈ ഒരു സിസ്റ്റത്തിനെ ഇവോൾവ് ചെയ്യിക്കാം. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ ഡെവല്യൂഷൻ വിച്ച് മീൻസ് ഇനി എന്താണ് താഴെ തട്ടിലേക്ക് അതിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരുന്നതിനെ നമ്മൾ ഡിവല്യൂഷൻ എന്ന് വിളിക്കാം. അപ്പൊ ഫ്യൂച്ചറിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇതിനെ ഒന്നും കൂടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് എട്ടാമത്തെ പോയിന്റ് ആയിട്ട് അദ്ദേഹം പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിൽ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ട പോയിന്റുകൾ ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് പോയിന്റ് ആണ് ഒന്ന് 3 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആണ് അദ്ദേഹം കൊണ്ടുവന്നത്. അതിൽ ഗ്രാമപഞ്ചായത്ത്, അതുപോലെ പഞ്ചായത്ത് സമിതി, ദെൻ ജില്ലാ പരിഷത്ത്. ഓക്കെ. അപ്പൊ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വില്ലേജ് ലെവലാണ്, പഞ്ചായത്ത് സമിതി എന്ന് പറയുമ്പോൾ ബ്ലോക്ക് ലെവലാണ്, ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ ഡിസ്ട്രിക്ട് ലെവലാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. അവരെ പരസ്പരം ലിങ്ക് ചെയ്തത് ഇൻഡയറക്ട് ഇലക്ഷൻ വഴിയാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ഈ വില്ലേജ് പഞ്ചായത്തിലുള്ള ആളുകളെ തിരഞ്ഞെടുത്തത് ഡയറക്ട് ഇലക്ഷൻ വഴിയും പഞ്ചായത്ത് സമിതിയിലെയും ജില്ലാ പരിഷത്തിലെയും ആളുകളെ തിരഞ്ഞെടുത്തത് ഇൻഡയറക്ട് ഇലക്ഷൻ വഴിയുമാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി ഇവർക്ക് ഇവരുടെ പ്ലാനിങ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ് നടത്താനുള്ള എല്ലാ പവറുകളും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ പഞ്ചായത്ത് സമിതി എന്ന് പറയുമ്പോൾ എക്സിക്യൂട്ടീവ് ബോഡിയാണ്, ജില്ലാ പരിഷത്ത് എന്ന് പറയുമ്പോൾ അഡ്വൈസറി അതുപോലെ കോർഡിനേറ്റിംഗ് ബോഡിയാണ്. ഇവിടെ ജില്ലാ പരിഷത്തിന്റെ ഹെഡ് ആയിട്ടുള്ളത് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർ ആണ്, അല്ലെങ്കിൽ ചെയർമാനും ജില്ലാ പരിഷത്ത് എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. പിന്നെ ഇവർക്ക് ഇവരുടെ വർക്കിംഗ് പ്രോപ്പറായിട്ട് നടക്കാൻ ആവശ്യമായിട്ടുള്ള പവർ ട്രാൻസ്ഫറും റീസോഴ്സിന്റെ ട്രാൻസ്ഫർ എല്ലാം തന്നെ നമ്മൾ നടത്തണം. ഇനി ഫ്യൂച്ചറിൽ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഇത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ ഇത്തരം ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യാം? വീണ്ടും നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പൊ നമുക്ക് ഫർദർ ആയിട്ടുള്ള ഡിവല്യൂഷൻ ഓഫ് പവറുകളൊക്കെ തന്നെ അവർക്ക് കൊടുക്കാനും സാധിക്കും എന്നുള്ളതൊക്കെയാണ് പിന്നെ പറയുന്നത്. ഓക്കെ. അതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. നിങ്ങൾ ഈ ഒരു 3 പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. ഏതാണ് ചോദിക്കത്തുള്ളൂ? ഒന്ന് 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം, അത് നിങ്ങൾക്ക് മാറ്റിയിട്ട് എന്ത് ചെയ്യാം? 2 ടയർ എന്നാക്കി കൊടുക്കാം. ഓക്കെ. ഇനി ഇവിടെ അടുത്ത് എങ്ങനെ അവർ തെറ്റിക്കാൻ സാധ്യതയുള്ളത്? വില്ലേജ് പഞ്ചായത്തിലേക്ക് ഇൻഡയറക്ട് ഇലക്ഷൻ ആണെന്ന് പറഞ്ഞ് തെറ്റിക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾ അത് പഠിച്ചു വെക്കണം. ഇനി അവിടെ എങ്ങനെ തെറ്റിക്കുക? പഞ്ചായത്ത് സമിതിക്ക് അഡ്വൈസറി പവർ ആണെന്ന് പറഞ്ഞവർക്ക് തെറ്റിക്കാം. അപ്പൊ പഞ്ചായത്ത് സമിതിക്ക് എന്താണ്? എക്സിക്യൂട്ടീവ് പവർ ആണ് കൊടുത്തിട്ടുള്ളത്, അല്ലെ? ഇനി അത് നമുക്ക് തെറ്റിക്കാം. ബാക്കി പിന്നെ അതുപോലെ തന്നെ എന്താണ്? ജില്ലാ പരിഷത്തിന്റെ ഹെഡ് ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടർ ആണ്. അത് വേറെ ആരെങ്കിലും പേര് വെച്ചിട്ട് നമുക്ക് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ എന്ത് ചെയ്യാം? എവിടേക്കാണ് അവർ ഒരു തെറ്റിക്കാൻ സാധ്യത ഉള്ളത് അതൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. നമ്മുടെ പഠനത്തിന്റെ രീതി അങ്ങനെ തന്നെയാണ് കേട്ടോ. നമുക്ക് അപ്പം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുക എന്നുള്ളതും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പൊ അതനുസരിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഒരു ഭാഗം വൃത്തിക്ക് പഠിക്കുക. ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. അപ്പം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു റെക്കമെൻഡേഷൻസ് ഇങ്ങനെ ചുമ്മാ ഒരാൾ വന്നിട്ട് ഇങ്ങനെ വായിട്ടലിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയുന്ന റെക്കമെൻഡേഷൻസിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ നോക്കണം. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഈ റെക്കമെൻഡേഷൻസ് എല്ലാം കൂടെ എന്ത് ചെയ്തു? ഒരു കമ്മിറ്റി റിവ്യൂവിന് വിടുകയാണ്. ഓക്കെ. അങ്ങനെ ആ റെക്കമെൻഡേഷൻസ് ഫൈനലി which were accepted by the National Development Council. അപ്പോൾ നമ്മുടെ NDC ഉണ്ട്. ഈ NDC ആണ് ആക്ച്വലി നമ്മുടെ 5 year plans ഉണ്ടല്ലോ, ഇതിനെല്ലാം അപ്രൂവൽ കൊടുത്തിരുന്നൊക്കെ നമ്മുടെ NDC ആണ്. അങ്ങനെ NDC കുറെ കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അത് കൊള്ളാം, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊള്ളാം, എന്നാൽ പിന്നെ നമുക്കതൊന്ന് നടപ്പിലാക്കാം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? 1958 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇദ്ദേഹം പറഞ്ഞ എല്ലാ റെക്കമെൻഡേഷൻസും അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ. സോ അതാണ് ഇവിടെ പറയുന്നത്. ദീസ് റെക്കമെൻഡേഷൻസ് ഓഫ് ദ കമ്മിറ്റി വർ അക്സെപ്റ്റഡ് ബൈ ദ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇൻ ജാൻ 1958. അപ്പോൾ 57 കൊണ്ടുവന്നു. 58 എന്താണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ഇവരുടെ റെക്കമെൻഡേഷൻസ് എല്ലാം തന്നെ
അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി പറയുന്നത് എന്താ? ദ കൗൺസിൽ ഡിഡ് നോട്ട് ഇൻസിസ്റ്റ് ഓൺ എ സിംഗിൾ റിജിഡ് പാറ്റേൺ ആൻഡ് ലെഫ്റ്റ് ഇറ്റ് ടു ദ സ്റ്റേറ്റ് ടു ഇവോൾവ് ദിയർ ഓൺ പാറ്റേൺ സൂറ്റബിൾ ടു ദ ലോക്കൽ കണ്ടീഷൻ. ഓക്കെ, അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതായത് ഇപ്പം എല്ലാ സ്റ്റേറ്റ്സുകൾക്കും ഒരുപോലെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാംസ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് സാധിച്ചു എന്നൊന്നും വരത്തില്ല. ഫോർ എക്സാമ്പിൾ കേരള, അതുപോലെ തന്നെ എന്താണ് ബീഹാർ, രണ്ട് തലത്തിലാണല്ലോ. ഇപ്പൊ കേരള കുറച്ചുകൂടെ എന്താണ് അഡ്വാൻസ്ഡ് ആണ്, ബീഹാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കുറച്ച് ബാക്കിലോട്ട് നിൽക്കുന്നതാണ്. അപ്പൊ ഈ രണ്ടുപേർക്കും ഒരുപോലെ ഈ റെക്കമെൻഡേഷൻസ് എല്ലാം കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു എന്താ പറയാ സ്റ്റേറ്റ്സിന്റെ നേച്ചർ അനുസരിച്ചിട്ടുണ്ടാവും. അപ്പം ഈ കൗൺസിൽ പറഞ്ഞു എല്ലാവരും ഒരേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമൊന്നുമില്ല, സ്റ്റേറ്റ്സിന് വേണമെങ്കിൽ ചെറുതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് അവരുടെ ഓൺ പാറ്റേൺസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു ദിയർ ഓൺ സ്യൂട്ടബിൾ കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് ദ ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ദ ബ്രോഡ് ഫണ്ടമെന്റൽ ഷുഡ് ബി ഐഡന്റിക്കൽ ത്രൂ ഔട്ട് ദ കൺട്രി. പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്തുമ്പോഴും അതിന്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾസും ബ്രോഡ് ഫണ്ടമെന്റൽസും ഉണ്ട്, അതിൽ നിങ്ങൾ മാറ്റം വരുത്താൻ പാടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ അമെന്റ് ചെയ്യുന്ന സമയത്ത് കേസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കേശവാനന്ദ ഭാരതി കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കും, പേടിക്കണ്ട. അപ്പൊ ആ സമയത്ത് പാർലമെന്റിന് എന്താണ് ഒരു അമെന്റിംഗ് പവർ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ 368 പ്രകാരം പാർലമെന്റിന് വേണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ള പവർ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം സുപ്രീം കോടതിയിൽ ഇങ്ങനെ കേസൊക്കെ വന്ന സമയത്ത് സുപ്രീം കോടതി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ അമെന്റിംഗ് പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പാർലമെന്റിന്റെ പവർ ആണ്, അത് ബേസ് സ്ട്രക്ചർ ആണ്, ഒക്കെ കറക്റ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന് ചില ബേസിക് സ്ട്രക്ചറുകളുണ്ട്, അത് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, പാർലമെന്റ് ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരാൻ പാടില്ല. ദാറ്റ് മീൻസ് ലിമിറ്റഡ് അമെന്റിംഗ് പവർ എന്ന് പറഞ്ഞത് പാർലമെന്റിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ഓവർ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ അവിടെ എന്താണ് ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ അവിടെ ഉണ്ട്, അത് തകർക്കാൻ പാടില്ല എന്നാണ് കോടതി വാദിച്ചത്. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത്, പഞ്ചായത്തുകൾക്ക് എന്താണ് ഒരു ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഇതിനെല്ലാം ഒരു കോർ പ്രിൻസിപ്പിൾ ഉണ്ട് അല്ലെ. ആ കോർ പ്രിൻസിപ്പിൾ നിങ്ങൾ മാറ്റം വരുത്താൻ പാടില്ല. ബാക്കി നിങ്ങൾക്ക് നിങ്ങളുടെ ലോക്കൽ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മാറ്റങ്ങൾ വരുത്താം എന്ന് പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പം എന്ത് ചെയ്തു, സ്റ്റേറ്റ്സുകൾക്ക് ഇത് നല്ല ഒരു ആശയമായിട്ട് തോന്നി. ഫൈനലി രാജസ്ഥാൻ വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് പഞ്ചായത്ത് രാജ്. തുടർന്ന് രാജസ്ഥാൻ എന്ത് ചെയ്തു, ഒരു പഞ്ചായത്ത് രാജ് എന്നൊരു കൺസെപ്റ്റ് ആദ്യമായിട്ട് അവർ സ്റ്റേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അപ്പം ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്യണം, രാജസ്ഥാൻ വാസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു എസ്റ്റാബ്ലിഷ് പഞ്ചായത്ത് രാജ്. അപ്പൊ നിങ്ങൾക്ക് PSC എക്സാമിന് ചോദിക്കാം ഏത് സ്റ്റേറ്റിലാണ് ആദ്യമായിട്ട് ഈ ഒരു പഞ്ചായത്ത് രാജ് എസ്റ്റാബ്ലിഷ് ആയത്. ഓപ്ഷനിൽ രാജസ്ഥാൻ, അതുപോലെ തമിഴ്നാട്, കർണാടക, കേരള എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഉത്തരം എന്താണ്? രാജസ്ഥാനാണ്. Now the scheme was inaugurated by the Prime Minister on October 2nd, 1959. അപ്പം ഇദ്ദേഹം ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത് എപ്പോഴാ? 1957. ദെൻ NDC അത് എപ്പോഴാണ് അക്സെപ്റ്റ് ചെയ്തത് റെക്കമെൻഡേഷൻ? 1958. ദെൻ പ്രൈം മിനിസ്റ്റർ ഇത് ഇനാഗുറേറ്റ് ചെയ്തത് എപ്പോഴാണ്? 1959 ഒക്ടോബർ 2. ഒക്ടോബർ 2ന്റെ പ്രത്യേകത എന്താ? ഗാന്ധി ജയന്തി അല്ലേ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി രാജസ്ഥാന് ശേഷം ആരാണ്? രാജസ്ഥാൻ വാസ് ഫോളോഡ് ബൈ ആന്ധ്രാപ്രദേശ് which also adopted the system in 1959. അതിനുശേഷം രാജസ്ഥാൻ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, രാജസ്ഥാനാണ് ആദ്യം പറഞ്ഞത്. ദെൻ അടുത്തത് ആരാണ്? ആന്ധ്രാപ്രദേശ്. രാജസ്ഥാന് ശേഷം ആര് വന്നു? ആന്ധ്രാപ്രദേശ് വന്നു. അപ്പൊ ആന്ധ്രാപ്രദേശ് എപ്പോഴാ? 1959 എന്നുള്ളത് ഓർക്കുക. അതിനുശേഷം മോസ്റ്റ് ഓഫ് ദ സ്റ്റേറ്റ് അഡോപ്റ്റഡ് ദ സെയിം സിസ്റ്റം. വീണ്ടും മറ്റ് സ്റ്റേറ്റുകൾ എന്ത് ചെയ്തു? ഇതെല്ലാം അഡോപ്റ്റ് ചെയ്യുക ഉണ്ടായി. And most of the states created പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ബൈ mid 1960s. അപ്പൊ പിന്നീട് തുടർന്ന് ഒരു 1960കളുടെ ആ ഒരു കാലഘട്ടം എത്തിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റ്സുകളും എന്ത് ചെയ്തു? ഇത്തരത്തിലുള്ള പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ തന്നെ അവരുടെ സ്റ്റേറ്റുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് തുടങ്ങി. എന്നാൽ ഇവിടെ അവർ ഓരോ സ്റ്റേറ്റിലും ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ എന്താണ്, അതിൽ ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്പർ ഓഫ് ടയേഴ്സ്, റിലേറ്റീവ് പൊസിഷൻ ഓഫ് ദ സമിതി, ദെൻ പരിഷത്ത്, ദെൻ അവരുടെ ടെനർ, കോമ്പോസിഷൻ, ഫംഗ്ഷൻ, ഫിനാൻസ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അവർ കൊണ്ടുവന്നിരുന്നു. ദാറ്റ് മീൻസ് അതെല്ലാം യൂണിഫോം ആയിരുന്നില്ല. ഓക്കെ, നമ്മൾ മേലെ പറയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ ലോക്കൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളത് നമ്മളവിടെ പറയുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ആ ഒരു കോർ കൺസെപ്റ്റ് മാത്രം ഒന്ന് എടുത്താൽ മതി. ഇങ്ങനെ ലൈൻ ബൈ ലൈൻ ആയിട്ട് എല്ലാതും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അടുത്ത് നോക്കിയേ, ഫോർ എക്സാമ്പിൾ അത് പറയുന്നുണ്ട്. ഇപ്പൊ എന്ത് മാറ്റങ്ങൾ വരുത്തി എന്ന് പറയുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. എന്താണ്? രാജസ്ഥാൻ അഡോപ്റ്റഡ് 3 ടയർ സിസ്റ്റം. രാജസ്ഥാനിൽ ഒരു 3 ടയർ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തെങ്കിലും തമിഴ്നാട് അഡോപ്റ്റ് ദ 2 ടയർ സിസ്റ്റം. കണ്ടോ, അപ്പൊ അവിടെ മാറ്റം വന്നല്ലോ. അപ്പൊ ആ ഒരു ടയർ എന്നുള്ള ഒരു ബേസിക് സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ എന്താണ്, അതിൽ ആ ടയറിൽ വ്യത്യാസങ്ങൾ വരുത്തി. ഫോർ എക്സാമ്പിൾ രാജസ്ഥാൻ 3 ടയർ എടുത്തപ്പോൾ തമിഴ്നാട് 2 ടയർ ആണ് എടുത്തത്. ഇനി വെസ്റ്റ് ബംഗാൾ ഓൺ അതർ ഹാൻഡ് അഡോപ്റ്റഡ് ദ 4 ടയർ സിസ്റ്റം. കണ്ടോ, പക്ഷെ ആ ടയർ എന്നുള്ള കൺസെപ്റ്റ് അവിടെ തന്നെ നിലനിന്നു. രാജസ്ഥാൻ 3 ടയറും തമിഴ്നാട് 2 ടയറും വെസ്റ്റ് ബംഗാൾ 4 ടയറും ആണ് എടുത്തത്. ഇനി അടുത്ത മാറ്റം നോക്കൂ. രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് പാറ്റേൺ പഞ്ചായത്ത് സമിതി വാസ് പവർഫുൾ ആസ് ദ ബ്ലോക്ക്.
was the unit planning and development, while Maharashtra, Gujarat pattern, Zilla Parishad was powerful. അപ്പോൾ ഓരോ പഞ്ചായത്തുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓരോ സ്റ്റേറ്റിലെയും പഞ്ചായത്ത് എടുക്കുമ്പോൾ നമ്മുടെ രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എടുക്കുകയാണെങ്കിൽ അവിടെ പഞ്ചായത്ത് സമിതികൾക്കാണ് അവർ പവർ കൊടുത്തത്. എന്നാൽ മഹാരാഷ്ട്ര, ഗുജറാത്ത് സിസ്റ്റത്തിൽ അവർ ജില്ലാ പരിഷത്തിനാണ് പവർഫുൾ ഓർഗനൈസേഷൻ ആയിട്ട് അവർ കണക്കാക്കിയത്. ഓക്കെ, then some states also established ന്യായ പഞ്ചായത്ത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. some state also established ന്യായ പഞ്ചായത്ത്. എന്താ ന്യായ പഞ്ചായത്ത്? ദാറ്റ് ഈസ് ജുഡീഷ്യൽ പഞ്ചായത്ത്. ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ജുഡീഷ്യൽ പഞ്ചായത്താണ്. ഇപ്പം അവരുടെ എന്തെങ്കിലും കേസസ് ഒക്കെ ഉണ്ടാവില്ല, ഇപ്പൊ കോടതികൾ ഉണ്ടല്ലോ, അപ്പൊ കോടതിയുടെ ഒരു സെയിം പവർ ഒക്കെ കൊടുക്കുന്നവരാണ് ന്യായ പഞ്ചായത്തുകൾ. ഇപ്പൊ ചെറിയ ചെറിയ പെറ്റി സിവിൽ ക്രിമിനൽ കേസസ് ഒക്കെ ജസ്റ്റ് ആ ന്യായ പഞ്ചായത്തിൽ പോയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള പഞ്ചായത്തുകളാണ് നമ്മൾ ന്യായ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഇതും ചില സ്റ്റേറ്റുകൾ എന്താണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, നമുക്ക് ചില കമ്മിറ്റീസും അതിന്റെ ചെയർമാനും ഇവിടെ കാണാം. ഓക്കെ, അപ്പൊ ഇത് ആക്ച്വലി നിങ്ങൾക്ക് എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ PSC ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡേറ്റും അതുപോലെ തന്നെ ഒരു കമ്മിറ്റിയും അതിന്റെ ചെയർമാനും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ കുറച്ചെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞുതരാം, അതൊന്ന് നോക്കി വെക്കാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, സിമ്പിൾ ആണ്. ഫോർ എക്സാമ്പിൾ 1960 നമ്മൾ ആ ഒരു എന്താ പറയാ ഒരു കോർണർ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. നോക്കൂ, നമ്മൾ എന്താ പറഞ്ഞത്, 1957 ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റി അപ്പോയിന്റഡ് ആവുന്നു. ദെൻ അവർ ഒരുപാട് റെക്കമെൻഡേഷൻസ് വെക്കുന്നു. NDC ഫൈനലി 1958 അത് റെക്കമെൻഡേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുന്നു. പ്രൈം മിനിസ്റ്റർ 1950 ഉള്ളത് ഇനാഗുറേറ്റ് ചെയ്യുന്നു. 1960 കൂടി ഓൾമോസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും ഇത് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പം അവർ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരുപാട് സ്റ്റഡി ടീമുകളെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, ദാറ്റ് മീൻസ് since 1960 many study teams, committees and working groups have been appointed to examine the various aspects of functioning of the Panchayat Raj system. അപ്പോൾ ഈ പഞ്ചായത്ത് രാജ് സിസ്റ്റങ്ങളുടെ ഫംഗ്ഷനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റഡി ടീംസുകളും കമ്മിറ്റീസും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതാണ് ഇനി പഠിക്കാൻ പോകുന്നത്. അപ്പൊ 1960s ശേഷമുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് VR റാവോ ചെയർമാൻ ആയിക്കൊണ്ട് ഒരു കമ്മിറ്റി വരുന്നുണ്ട്. കമ്മിറ്റി ഓൺ റാഷണലൈസേഷൻ ഓഫ് പഞ്ചായത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, അപ്പം കമ്മിറ്റി ഓൺ റാഷണലൈസേഷൻ ഓഫ് പഞ്ചായത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പൊ അതാരാണ്? VR റാവോ. അപ്പൊ 1960 ജസ്റ്റ് ആ ഒരു ഡേറ്റും ആ ഒരു കമ്മിറ്റിയും അതിന്റെ ചെയർമാനും മാത്രം പഠിച്ചാൽ മതി. ഈ ടേബിൾ ഒന്ന് നോക്കിയാൽ മതി. ഇനി അടുത്ത് നോക്കൂ, വർക്കിംഗ് ഗ്രൂപ്പ് ഓൺ പഞ്ചായത്ത് ആൻഡ് കോപ്പറേറ്റീവ്. അപ്പൊ വർക്കിംഗ് ഗ്രൂപ്പ് ആണ് പഞ്ചായത്തുകളുടെയും കോപ്പറേറ്റീവുകളുടെയും വർക്കിംഗ് ഗ്രൂപ്പ്. അതിന്റെ ചെയർമാൻ ആരാണ്? SD മിശ്ര. ഇനി 1961 തേർഡ് വൺ, ദ സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് രാജ് അഡ്മിനിസ്ട്രേഷൻ. ഇന്ന് ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. പഞ്ചായത്ത് രാജുകളുടെ അഡ്മിനിസ്ട്രേഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റഡി ടീം. അപ്പൊ അതിന്റെ ചെയർമാൻ V ഈശ്വരൻ. ഓക്കെ, V ഈശ്വരൻ ആണ്. ഓക്കെ, V ഈശ്വരൻ ആണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കൂ, സ്റ്റഡി ടീം ഓൺ ന്യായ പഞ്ചായത്ത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കും കേട്ടോ, കാരണം ന്യായ പഞ്ചായത്ത് എല്ലായിടത്തും വന്നിട്ടില്ല. ഓക്കെ, കുറച്ച് ഏരിയസിൽ മാത്രമേ ഉള്ളൂ. സോ ന്യായ പഞ്ചായത്ത് സ്റ്റഡി ടീം ആരാണ്? GR രാജഗോപാൽ. ഓക്കെ, GR രാജഗോപാൽ. ഓക്കെ, നൗ അതിന് നമുക്ക് വേണമെങ്കിൽ ചില ട്രിക്ക് ഒക്കെ എടുത്ത് പഠിക്കാം കേട്ടോ. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പം വേണമെങ്കിൽ എടുത്താൽ മതി. ഓക്കെ, നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ആ പേര് നമ്മുടെ മൈൻഡിലേക്ക് വരാൻ വേണ്ടി നമുക്ക് ചെറിയ ചെറിയ രീതിയിൽ കണക്ട് ഒക്കെ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, പഞ്ചായത്ത് രാജ് അഡ്മിനിസ്ട്രേഷൻ ആണ്. അഡ്മിനിസ്ട്രേഷൻ, അപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ് മൊത്തത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നോക്കുക എന്നുള്ളതല്ലേ. അപ്പൊ നമ്മൾ പറയാറില്ലേ, എല്ലാ കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നവരാണ് ഈശ്വരനാണ് അല്ലെ, ദൈവമാണ് കൺസെപ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ദൈവമാണ് ഏറ്റവും ടോപ്പിലുള്ള അഡ്മിനിസ്ട്രേഷൻ. ഓക്കെ, അവൻ തീരുമാനിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്ന പറയാറുണ്ട് ചില ആളുകളൊക്കെ. അപ്പൊ ആ രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ V ഈശ്വരൻ. ഓക്കെ, ഈശ്വരനാണ് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്നത്. ഞാൻ ഇത് ജസ്റ്റ് കണക്ട് ചെയ്യാൻ മാത്രം പറയുന്നതാണ്, നിങ്ങൾ ഇത് ഫോളോ ചെയ്യണമെന്നൊന്നുമില്ല. വേണ്ടവർക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രിക്ക് ഒക്കെ യൂസ് ചെയ്ത് പഠിക്കാം, വല്ലാത്തൊരു പ്രോപ്പർ ആയിട്ട് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, അഡ്മിനിസ്ട്രേഷൻ ഈശ്വരനാണ്, അങ്ങനെ പഠിക്കാം. നോക്കൂ, ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ന്യായ പഞ്ചായത്താണ്, കോടതിയാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഈ പണ്ട് കാര്യങ്ങളൊക്കെ ഈ രാജാക്കന്മാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് അല്ലെ. അവരാണ് ആളുകളെ ശിക്ഷ വിധിക്കുക അല്ലെ, തൂക്കിലേറ്റുന്നതും ചാട്ടവാറിനടിക്കുന്നതും ഒക്കെ ആരാണ്? രാജാക്കന്മാരാണ് അല്ലെ. അപ്പൊ രാജാവ് എന്നുള്ളതിൽ രാജ. ഓക്കെ, അങ്ങനെ രാജ് എന്നൊക്കെ കണക്ട് ചെയ്താൽ മതി, രാജ. സോ ന്യായ പഞ്ചായത്ത് രാജഗോപാൽ. ഇങ്ങനെ കണക്ട് ചെയ്തതിനു വെച്ച് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ ഓപ്ഷൻ കാണുമ്പോൾ ഈ ട്രിക്കുകളൊക്കെ ചിലപ്പോൾ ഓർമ്മ വരും. അപ്പൊ നമുക്ക് ആ ഓപ്ഷൻ കറക്റ്റ് ആയിട്ട് ടിക്ക് ചെയ്യാൻ പറ്റും. അത് തന്നെയല്ലേ നമുക്ക് ആവശ്യമുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇപ്പൊ ഇത് പഠിച്ച് PhD എടുക്കാണെന്നല്ല നിങ്ങൾ പോകുന്നത്. നമുക്ക് എന്താണ് ആ ഓപ്ഷൻ കിട്ടുമ്പോൾ ജസ്റ്റ് ഇത് അതാണെന്നുള്ള കറപ്പിക്കുക, നമുക്ക് മാർക്ക് സ്കോർ ചെയ്യുക, ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യുക, അഡ്വൈസ് വാങ്ങാം, ജോലിക്ക് കയറാം. ഇത്രയല്ലേ ആവശ്യമുള്ളൂ, അല്ലാതെ PhD എടുക്കണമെന്നൊന്നുമില്ല.
അപ്പൊ ന്യായ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ന്യായമായ കാര്യമാണ്. അപ്പൊ ന്യായം ആരാണ് നോക്കുന്നത്? രാജാവാണ്. സോ രാജഗോപാൽ. ഇനി അടുത്ത് നോക്കൂ, സ്റ്റഡി ടീം ഓൺ പൊസിഷൻ ഓഫ് ഗ്രാമസഭ ഇൻ പഞ്ചായത്ത് രാജ് മൂവ്മെന്റ്. ഓക്കെ, അത്ര വലിയ ഇമ്പോർട്ടന്റ് അല്ല. സ്റ്റഡി ടീം ഓൺ പൊസിഷൻ ഓഫ് ഗ്രാമസഭ ഇൻ പഞ്ചായത്ത് രാജ് മൂവ്മെന്റ്. അപ്പൊ ഇവിടെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, പൊസിഷൻ ഓഫ് ഗ്രാമസഭ. അപ്പൊ ഗ്രാമസഭകളുടെ ഒക്കെ കാര്യങ്ങളാണ്. ഓക്കെ, ഗ്രാമസഭയുടെ പൊസിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. അപ്പം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഇപ്പൊ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി ടീം ഏതാണ്? ഓക്കെ, അത് ആർ ദിവാകർ ആണ് കേട്ടോ. ആർ ദിവാകർ ആണ് ഗ്രാമസഭ. ഓക്കെ, ആർ ദിവാകർ ആണ് ഗ്രാമസഭ. ഇനി യെസ്, സ്റ്റഡി ഗ്രൂപ്പ് ഓൺ ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്. സ്റ്റഡി ഗ്രൂപ്പ് ഓൺ ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്. ഓക്കെ, ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ്. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ കണക്ട് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നോക്കൂ, ബഡ്ജറ്റിംഗ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്, രണ്ടും ഉണ്ട്. ബഡ്ജറ്റിംഗ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്. ബഡ്ജറ്റിംഗ് ഉണ്ട്, അക്കൗണ്ടിങ് ഉണ്ട്. അപ്പൊ രണ്ടും കൂടെ ചെയ്യാൻ രണ്ടുപേര് വേണം ആലോചിച്ചത്. ഒരാൾ തന്നെയാണ് കേട്ടോ, എം രാമകൃഷ്ണയ്യ എന്നാണ്. പക്ഷെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്താണ്, ബഡ്ജറ്റിംഗും അക്കൗണ്ടിംഗ് ഉണ്ട്. അപ്പൊ രണ്ട് പേരുകൾ അതിലുണ്ടാവും ആലോചിച്ചത്. അതെ, അപ്പൊ എന്താണ്, എം രാമ ഒരു പേര്, ദെൻ കൃഷ്ണയ്യ. ഇത് രണ്ടും കൂട്ടിയാണ് വായിക്കേണ്ടത്. നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രം പറയുന്നത് മാത്രം. അപ്പോൾ രാമനും കൃഷ്ണനും കൂടിയിട്ടാണ് ബഡ്ജറ്റിംഗ് അക്കൗണ്ടിങ് ചെയ്തതെന്നുള്ളത് ആലോചിച്ചാൽ മതി. അപ്പൊ ബഡ്ജറ്റിംഗും അക്കൗണ്ടിങ്ങിനും വേണ്ടിയിട്ട് ആരാണ്? എം രാമകൃഷ്ണയ്യ. ഇവിടെ രാമനും ഉണ്ട്, കൃഷ്ണനും ഉണ്ട്. കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് മാത്രം. ഇനി അടുത്ത് നോക്കൂ, സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് രാജ് ഫിനാൻസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇത്. നമുക്ക് യാതൊരു വിധത്തിലുള്ള കോംപ്രമൈസ് ഉള്ള, മസ്റ്റ് ആയിട്ട് പഠിക്കുക. സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് ഉറപ്പായിട്ടും ചോദിക്കും. സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് രാജ് ഫിനാൻസിന്റെ കാര്യങ്ങളായതുകൊണ്ട് തന്നെ അത് സന്താനമാണ്. ഈ സന്താനം കുറെ ഏരിയാസിൽ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ സന്താന കമ്മിറ്റി എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട് CBIയുടെ കാര്യങ്ങളിൽ. അതുപോലെ തന്നെ എന്താണ്, പഞ്ചായത്ത് രാജ് ഇലക്ഷന്റെ സമയത്ത്, പഞ്ചായത്ത് രാജിന്റെ ഫൈനാൻസിന്റെ സമയത്ത് ഇവിടെയൊക്കെ സന്താനം എന്ന് പറഞ്ഞ പേര് നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൊണ്ട് നിർബന്ധമായിട്ട് പഠിക്കുക. ഇവിടെ ഒരു കോഡും ഇല്ല. സന്താനം വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് രാജ് ഫിനാൻസ് സന്താനം, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇലക്ഷൻ സന്താനം. കണ്ടോ, അപ്പൊ രണ്ട് സ്ഥലത്തും സന്താനം തന്നെയാണ്, ഫിനാൻസും ഇലക്ഷൻസും. ഓക്കെ, ഇനി സ്റ്റഡി ടീം ഓൺ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് പഞ്ചായത്ത് രാജ് ബോഡി ആരാണ്? RK ഖണ്ണ. ഓക്കെ, സ്റ്റഡി ടീം ഓൺ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് RK ഖണ്ണ. ദെൻ കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ട്രെയിനിങ് സെന്റർ. ഓക്കെ, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ട്രെയിനിങ് സെന്റർ, കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ട്രെയിനിങ് സെന്റർ. ഓക്കെ, രാമചന്ദ്രനാണ് കേട്ടോ, രാമചന്ദ്രനാണ് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ട്രെയിനിങ് സെന്റർ. ഓക്കെ, ട്രെയിനിങ് സെന്റർ. ഓക്കെ, അപ്പൊ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഒരു ഫിലിം ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ഒരു ആക്ടർ ഉണ്ടല്ലോ, നമ്മുടെ രാംചരൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഫിലിംസിലൊക്കെ അവർ നല്ല എന്താ പറയാ, ഫൈറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അവർക്ക് നല്ല ട്രെയിനിങ് ഒക്കെ കൊടുക്കണം അല്ലെ. ബട്ട് നല്ല പ്രോപ്പർ ട്രെയിനിങ് കൊടുത്താൽ മാത്രമേ അവർക്ക് ഫൈറ്റ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ രാമചന്ദ്രൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, രാംചരൺ, ഒരു ആക്ടർ രാംചരണിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ് സെന്റർ, പഞ്ചായത്ത് രാജ് ട്രെയിനിങ് സെന്റർ. ഞാൻ പറഞ്ഞല്ലോ, അത് നിങ്ങൾക്ക് ഇങ്ങനെ പഠിക്കുമ്പോൾ ജസ്റ്റ് ആ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ്, ആ ഒരു ഞാൻ പറയുന്ന കണക്ട് ലിങ്ക് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് ടിക്ക് ചെയ്യാൻ പറ്റും. ഇത്ര മാത്രമേ ആവശ്യമുള്ളൂ. സോ കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ രാമചന്ദ്രൻ. സോ രാംചരണിലേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, പഞ്ചായത്ത് രാജ് ട്രെയിനിങ് സെന്റർ രാമചന്ദ്രൻ, അത്രേ ഉള്ളൂ. ഇനി സ്റ്റഡി ടീം ഓൺ ഇൻവോൾവ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഏജൻസി ആൻഡ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ബേസിക് ലാൻഡ് റീഫോം മെഷേഴ്സ്. ഓക്കെ, അത് ആരാണ്? രാമാനന്ദനാണ്. ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇതങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഇത്രയും പ്രിന്റ് ചെയ്യുമ്പോൾ തന്നെ PSCയുടെ ഒരു പേജ് പോകും. ഓക്കെ, സോ അത്തരം ക്വസ്റ്റ്യൻസ് ഒന്നും അങ്ങനെ ചോദിക്കാൻ സാധ്യതയില്ല. എന്നാൽ ജസ്റ്റ് നോക്കി വെച്ചാൽ മതി. ഓക്കെ, സോ രാമനാഥനാണ് എന്നുള്ളത് ഓർക്കുക. പിന്നെ അടുത്ത് നോക്കൂ, വർക്കിംഗ് ഗ്രൂപ്പ് ഓഫ് ഫോർമുലേഷൻ ഓഫ് 5th 5-year പ്ലാൻ ഓൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്തി രാജ്. ഓക്കെ, അത് N രാമകൃഷ്ണയ്യാണ്. ഓക്കെ, ദെൻ അതുപോലെ കമ്മിറ്റി ഓൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ആൻഡ് പഞ്ചായത്തി രാജ്. ഓക്കെ, ദയാ ചോബയാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കി വെക്കേണ്ട പേരുകൾ, ഒന്ന് കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ട്രെയിനിങ് സെന്റർ രാമചന്ദ്രൻ, ദെൻ കമ്മിറ്റി ഓൺ പഞ്ചായത്ത് രാജ് ഇലക്ഷൻ K സന്താനം, സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് രാജ് ഫിനാൻസ് K സന്താനം, അതുപോലെ തന്നെ എന്താണ്, സ്റ്റഡി ഗ്രൂപ്പ് ഓൺ ബഡ്ജറ്റിംഗ് ആൻഡ് അക്കൗണ്ടിങ് രാമകൃഷ്ണയ്യ, സ്റ്റഡി ടീം ഓൺ പൊസിഷൻ ഓഫ് ഗ്രാമസഭ RR ദിവാകർ, സ്റ്റഡി ടീം ഓൺ ന്യായ പഞ്ചായത്ത് GR രാജഗോപാൽ, സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് രാജ് അഡ്മിനിസ്ട്രേഷൻ V ഈശ്വരൻ, കമ്മിറ്റി ഓൺ റാഷണലൈസേഷൻ ഓഫ് പഞ്ചായത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് VR റാവു. ഇത്രയും കാര്യങ്ങൾ നോക്കുക. പിന്നെ അവസാനം കുറച്ച് പേര് പറയുന്നുണ്ട്, കുറച്ച് ലെങ്തി പേരുകളാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ബാക്കിയുള്ളതൊക്കെ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എലിമിനേഷൻ വഴി നമുക്ക് അതിലേക്ക് എത്താനൊക്കെ പറ്റും. ഓക്കെ, അപ്പൊ എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊക്കെ വേണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാം. ഈ ഒരു ദയാ ചൗബെ എന്നുള്ള പേരുകളൊക്കെ നമ്മൾ ഒരു വേറിട്ട പേരാണ് അല്ലെ, ദയാ ചൗബെ. അപ്പൊ അതായത് എവിടെയാണ് വരാൻ സാധ്യതയുള്ളത്? കമ്മിറ്റി ഓൺ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാം. അതുപോലെ തന്നെ നോക്കൂ, വർക്കിംഗ് ഗ്രൂപ്പ് ഫോർ ഫോർമുലേഷൻ ഓഫ് 5th 5-year പ്ലാൻ. അപ്പം ഇവിടെ എവിടെയും നമ്മളൊരു 5-year പ്ലാനെ കുറിച്ച് പറയുന്നില്ല അല്ലെ.
സോ ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ എന്നുള്ളൊരു പേര് വെക്കുമ്പോൾ അത് ആരുമായിട്ട് കണക്ട് ചെയ്യുക, എൻ രാമകൃഷ്ണയ്യ ഇതിലേക്കാണ് വരുന്നത് എന്നുള്ളത് നോക്കുക. അതുപോലെ തന്നെ എന്താണ് സ്റ്റഡി ടീം ഓൺ ഇൻവോൾവ്മെന്റ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഏജൻസി ആൻഡ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ബേസിക് ലാൻഡ് റീഫോം. കണ്ടോ, ലാൻഡ് റീഫോം ഒക്കെ കൊണ്ടുവന്നല്ലോ. അപ്പൊ ലാൻഡ് റീഫോമുമായി ബന്ധപ്പെട്ടുള്ളൊക്കെ വരികയാണെങ്കിൽ അതാരാണ്, വി രാമാനന്ദനാണ്. അപ്പൊ ഇങ്ങനെല്ലാം ജസ്റ്റ് ഒരു കണക്ഷൻ ഉണ്ടാക്കി വെച്ചാൽ മാത്രം മതി കേട്ടോ, അല്ലാതെ കംപ്ലീറ്റ് ആയിട്ടൊന്നും പഠിക്കണ്ട. അങ്ങനെ ഒരു കണക്റ്റിംഗ് ഫാക്ടുകൾ കീവേഡ്സിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഓപ്ഷൻ കാണുമ്പോൾ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക് ലാൻഡ് റീഫോം രാമാനന്ദൻ, അതുപോലെ തന്നെ എന്താണ് ഇവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ തന്നെ ചൗബെ, ഫിഫ്ത്ത് 5 ഇയർ പ്ലാനിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ എൻ രാമകൃഷ്ണയ്യ, അങ്ങനെയൊക്കെ പഠിക്കാം. അതുപോലെ തന്നെ ട്രെയിനിങ് സെന്റർ എന്ന് പറയുമ്പോൾ രാമചന്ദ്രൻ, അതൊക്കെ നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിനെ കുറിച്ച് പറയുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ, എല്ലാവർക്കും ഓക്കെ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? എല്ലാവരും പറഞ്ഞേ. ഓക്കെ ആണോ? ഓക്കെ 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 എന്ന് പറയുന്നത് വെരി ഗുഡ്. ഇനി നമുക്ക് ഒരു കമ്മിറ്റിയും കൂടെ നോക്കാം, സമയം ഉണ്ടാവുള്ളൂ. യെസ്, അടുത്താണ് എന്ത്, അശോക് മേത്ത കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, അശോക് മേത്ത കമ്മിറ്റി. അപ്പൊ അശോക് മേത്ത കമ്മിറ്റിയിലെ കാര്യങ്ങൾ നോക്കാം. In December 1977, the Janata government appointed a committee on Panchayat Raj institution under the chairmanship of Ashok Mehta. പിന്നീട് 1977 അടുത്ത ഗവൺമെന്റ് വന്നു, ജനതാ ഗവൺമെന്റ് വന്നു. അപ്പൊ അവരെന്ത് ചെയ്തു, പുതിയൊരു ചെയർമാന്റെ നേതൃത്വത്തിൽ പുതിയൊരു കമ്മിറ്റി കൊണ്ടുവരാണ്. ആ ചെയർമാന്റെ പേരാണ് അശോക് മേത്ത. ഇറ്റ് സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഇൻ ഓഗസ്റ്റ് 1978. അവർ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1978-ലാണ്. അപ്പോൾ കൊണ്ടുവന്നത് 1977-ലാണ്, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നത് 1978-ലാണ്. ഓക്കെ. To revive and strengthen the declining Panchayat Raj system in the country, it's the main recommendation. Okay, അപ്പൊ ഇതിനെ നോക്കുക, ഏകദേശം 132 റെക്കമെൻഡേഷൻസ് ആണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അതെല്ലാം ഒന്നും വേണമെന്നില്ല. അപ്പൊ അതിലെ മെയിൻ റെക്കമെൻഡേഷൻസ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. നോക്കൂ, the 3-tier system of Panchayat Raj should be replaced by 2-tier system. അതാണ് വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ ഇത്രയും സമയം നമ്മൾ പറഞ്ഞത് എന്താ, 3-tier system ആയിരുന്നു. അത് മാറ്റിയിട്ട് അശോക് മേത്ത പറഞ്ഞു 3-tier ഒന്നും വേണ്ട, നമുക്ക് 2-tier മതി എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അവരെന്ത് ചെയ്തു, 2-tier സിസ്റ്റം കൊണ്ടുവരാണ്. അപ്പൊ ഏതൊക്കെയാ 2-tier? ജില്ലാ പരിഷത്ത് അറ്റ് ഡിസ്ട്രിക്ട് ലെവൽ ആൻഡ് ബിലോ ഇറ്റ് ദ മണ്ഡൽ പഞ്ചായത്ത്. അപ്പോൾ ജില്ലാ പരിഷത്താണ് ഡിസ്ട്രിക്ട് ലെവല്, അതുപോലെ തന്നെ എന്താണ് അതിന്റെ താഴെ മണ്ഡൽ പഞ്ചായത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ജില്ലാ പരിഷത്ത് ഡിസ്ട്രിക്ട് ലെവലും അതിന്റെ താഴെ മണ്ഡൽ പഞ്ചായത്ത്. മണ്ഡൽ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ എന്താണ്, അപ്പൊ അതും എക്സാമിന് ചോദിക്കും, എന്താണ് മണ്ഡൽ പഞ്ചായത്ത്? അക്കോർഡിംഗ് ടു അശോക് മേത്ത, the concept of mandal panchayat include എന്താണ്, it consists of a group of villages with a total population of 50,000 to 20,000. അപ്പൊ 15,000 തൊട്ടിട്ട് 20,000 വരെയുള്ള അല്ലെ, 15,000 to 20,000 ആണ്. അപ്പൊ എറൗണ്ട് അത്രയും പോപ്പുലേഷൻ വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വില്ലേജസിനെയാണ് മണ്ഡൽ പഞ്ചായത്ത് എന്ന് അദ്ദേഹം വിളിച്ചത്. ഓക്കെ, ഇനി ഡിസ്ട്രിക്ട് ഷുഡ് ബി ദ ഫസ്റ്റ് പോയിന്റ് ഫോർ ദ ഡീസെൻട്രലൈസേഷൻ. കണ്ടോ, ഇവിടെ അദ്ദേഹം പറയുന്നു ഡിസ്ട്രിക്ട് ആയിരിക്കണം ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. അപ്പൊ നമ്മളെ മുന്നേ പറഞ്ഞ ബൽവന്ത് റായ് മേത്തൊക്കെ പറഞ്ഞത് വില്ലേജ് ലെവലായിരുന്നു അല്ലെ, ഇദ്ദേഹം പറഞ്ഞു ഡിസ്ട്രിക്ട് ആയിരിക്കണം ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, കാരണം ഇവിടെ എടുത്ത് പറയുന്ന ഒരു പോയിന്റ് ആണ് ഇത്. നിങ്ങൾക്ക് എലിമിനേഷൻ വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്കൊക്കെ എത്താൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. എന്താണ് ഇമ്പോർട്ടന്റ്? ഓക്കെ, ഡിസ്ട്രിക്ട് ഷുഡ് ബി ദ ഫസ്റ്റ് പോയിന്റ് ഫോർ ഡീസെൻട്രലൈസേഷൻ. ഡിസ്ട്രിക്ട് ആയിരിക്കണം ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഡിസ്ട്രിക്ട് ആയിരിക്കണം ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കൂ, ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് ബോഡി. കണ്ടോ, മാറി. നോക്കൂ, ജില്ലാ പരിഷത്താണ് ഇപ്പോ എക്സിക്യൂട്ടീവ് ബോഡി ആയത്. ജില്ലാ പരിഷത്താണ് എക്സിക്യൂട്ടീവ് ബോഡി ആയത്. ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് ബോഡി ആൻഡ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിംഗ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. ഓക്കെ, ജില്ലാ പരിഷത്ത് എന്താണ്, എക്സിക്യൂട്ടീവ് ബോഡിയാണ് അല്ലെ. ജില്ലാ പരിഷത്ത് ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ബോഡിയാണ്, അത് ഡിസ്ട്രിക്ട് ലെവലിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് മുന്നേ ബൽവന്ത് റായ് മേത്ത കമ്മിറ്റി പറഞ്ഞ സമയത്ത് ഓക്കെ നമ്മൾ എന്താണ് റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നോക്കൂ,
പഞ്ചായത്ത് സമിതി ഷുഡ് ബി ദ എക്സിക്യൂട്ടീവ് ബോഡി ആൻഡ് ജില്ലാ പരിഷത്ത് ഷുഡ് ബി ദ അഡ്വൈസറി ബോഡി. കണ്ടോ, അവിടെ പഞ്ചായത്ത് സമിതി ആയിരുന്നു എക്സിക്യൂട്ടീവ് ബോഡി ആയത്, ജില്ലാ പരിഷത്ത് അഡ്വൈസറി മാത്രമായിരുന്നു. എന്നാൽ ഇവിടെ നോക്കൂ, ഇവിടെ എന്ത് സംഭവിച്ചു? ജില്ലാ പരിഷത്തിന് എക്സിക്യൂട്ടീവ് ബോഡി എന്നുള്ള സ്ഥാനം കിട്ടി. ജില്ലാ പരിഷത്ത്, കാരണം ഇവിടെ 3 ടയർ സിസ്റ്റം ഇല്ല അല്ലെ. അപ്പൊ ജില്ലാ പരിഷത്ത് എന്ത് ചെയ്തു? അഡ്വൈസറി ബോഡിയിൽ നിന്നും എക്സിക്യൂട്ടീവ് ബോഡിയാക്കി മാറ്റി. ആര്? അശോക് മേത്ത. ആൻഡ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ പ്ലാനിങ് അറ്റ് ദ ഡിസ്ട്രിക്ട് ലെവൽ. അപ്പൊ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, അതെല്ലാം നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കും. Then there should be an official participation of political party at all the level of പഞ്ചായത്ത് ഇലക്ഷൻ. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷനിൽ എന്താണ് നമുക്ക് അവിടെ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ ഇലക്ഷനാണ് നടക്കുന്നത് അല്ലെ. അപ്പം അവിടെ ഒരുപാട് പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ റെപ്രസെന്റേഷനുമായി ബന്ധപ്പെട്ടുള്ളതാണ് 4th പോയിന്റ് പറയുന്നത്. ദാറ്റ് മീൻസ് there should be an official participation of political parties at all the level. പഞ്ചായത്തിന്റെ എല്ലാ ലെവലിലും ഒരു ഒഫീഷ്യൽ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഷുഡ് ബി ഹാവ് എ കമ്പൽസറി പവർ ഓഫ് ടാക്സേഷൻ. അപ്പൊ ഇവിടെ പഞ്ചായത്ത് രാജുകൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ചില പവറുകളുണ്ട്. അതായത് വോളണ്ടറി ആയിട്ടുള്ള പവറുകളുണ്ട്, അതുപോലെ തന്നെ കമ്പൽസറി ആയിട്ട് കൊടുക്കുന്ന പവറുകളുണ്ട്. അപ്പൊ ഇതില് എന്താ പറയാ, കമ്പൽസറി നിർബന്ധമായിട്ടും അവർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയാണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് കമ്പൽസറി പവർ ഓഫ് ടാക്സേഷൻ കൊടുക്കണം, നിർബന്ധമായിട്ടും അവർക്ക് ഒരു ടാക്സേഷൻ പവർ കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ഫൈനാൻഷ്യൽ റിസോഴ്സ് ഒക്കെ ഒന്ന് മൊബിലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം എന്താ, അപ്പൊ സ്വന്തമായിട്ട് ഒരു ടാക്സ് പിരിച്ചു, അപ്പൊ ആ റവന്യൂ അവർക്ക് കിട്ടുന്നു, അപ്പൊ അത് വെച്ചിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതർവൈസ് എന്താണ്, അവർ സ്റ്റേറ്റിനോട് പൈസ ചോദിക്കേണ്ടി വരും അല്ലെ. എന്നാൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ഇതിൽ ടാക്സേഷൻ ഒക്കെ വെച്ച് പൈസ കിട്ടി കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കാൻ അവർക്ക് സാധിക്കും. സോ ദാറ്റ് this institution should have a compulsory power of taxation in order to mobilize their own financial resources എന്നാണ് അദ്ദേഹം പിന്നെ പറഞ്ഞൊരു പോയിന്റ്. Then there should be a regular social audit by a district level agency and by a committee of legislators to check whether the funds allotted to these vulnerable social and economic groups are actually spent on them. അപ്പൊ ഇവിടെ നമ്മൾ ഒരു സോഷ്യൽ ഓഡിറ്റ് വെക്കണം. എന്തിനാണ് സോഷ്യൽ ഓഡിറ്റ് വെക്കുന്നത്? അതായത് ഇപ്പൊ നമ്മൾ ഈ ഒരു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കുറെ ഫണ്ടൊക്കെ നമ്മൾ പാസ്സാക്കും. ഫണ്ട് പാസ്സാക്കുമ്പോൾ ഈ വൾണറബിൾ ആയിട്ടുള്ള നമ്മുടെ സമൂഹത്തിൽ വൾണറബിൾ ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ SC/ST കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഓക്കെ, EWS കാറ്റഗറിയിൽ വരുന്ന ആളുകളുണ്ട്, വുമൻസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഒരേ വൾണറബിൾ ആയിട്ടുള്ള ആളുകളുണ്ട്, എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള സിറ്റിസൺസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫണ്ട് എല്ലാം അലോക്കേറ്റ് ചെയ്യുമ്പോൾ അത് പ്രോപ്പർ ആയിട്ട് അവരെ കയ്യിൽ തന്നെയാണ് ചെന്ന് എത്തുന്നത് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ ഓഡിറ്റ് സമ്പ്രദായം വെച്ചു. അപ്പൊ നിങ്ങൾ നോക്കിയേ, ബൽവന്ത് റായ് മേത്തയിൽ നിന്നും കുറച്ചുകൂടെ മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലേ? ബൽവന്ത് റായ് മേത്തയിൽ നമ്മൾ സോഷ്യൽ ഓഡിറ്റിനെ കുറിച്ച് പറഞ്ഞോ? ഇല്ല. എന്നാൽ ഇവിടെ സോഷ്യൽ ഓഡിറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്തെന്താ പറയുന്നത്? സ്റ്റേറ്റ് ഗവൺമെന്റ് ഷുഡ് നോട്ട് സൂപ്പർസീഡ് ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. സ്റ്റേറ്റ് ഗവൺമെന്റുകൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സൂപ്പർസീഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്താണ് സൂപ്പർസീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്റ്റേറ്റിന് തോന്നുന്ന മുറയ്ക്ക് അവരെ എടുത്തങ്ങോട്ട് ഒഴിവാക്കുക, ഓക്കെ, എന്നിട്ട് സ്റ്റേറ്റ് ടോപ്പിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ പാടില്ല. ഓക്കെ, ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, യൂണിയൻ ഗവൺമെന്റ് ഉണ്ട്. ആ ഒരു ഇപ്പം ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയണേ കേരളം ഇനി വേണ്ട, കേരളം എന്ന് പറഞ്ഞ സ്റ്റേറ്റ് അല്ല എന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് ഒഴിവാക്കുക. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പൊ അതുപോലെ തന്നെയാണ് ഇവിടെയും ഇവർ പറയുന്നത്, സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റേറ്റ് ഒരിക്കലും പഞ്ചായത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പെട്ടെന്ന് എടുത്ത് സൂപ്പർസീഡ് ചെയ്ത് കളയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇനി അഥവാ അങ്ങനെ എന്തെങ്കിലും സൂപ്പർ സെഷൻ എന്ന് പറയുമ്പോൾ പഞ്ചായത്ത് രാജ്, ഇനിയിപ്പോ പഞ്ചായത്ത് രാജ് വേണ്ട, അല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു 5 വർഷത്തേക്കൊക്കെയാണ് സാധാരണ അവർ അപ്പോയിന്റ് ചെയ്യാറ്. അപ്പൊ അങ്ങനെ ഇനിയിപ്പോ മതി, നിങ്ങളുടെ ഭരണം നിർത്തിക്കോ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഒഴിവാക്കുകയാണ്. ഇനി അഥവാ അങ്ങനെ ഒഴിവാക്കുവാണെങ്കിൽ, ഇൻ കേസ് ഓഫ് സച്ച് ഇമ്പറേറ്റീവ് സൂപ്പർ സെഷൻ ദ ഇലക്ഷൻ ഷുഡ് ബി ഹെൽഡ് വിത്തിൻ 6 months. ഇപ്പൊ പഞ്ചായത്തുകൾ പിരിച്ചുവിട്ടു എന്ന് വെച്ചോ, അങ്ങനെ പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ 6 മാസത്തിനുള്ളിൽ അവിടെ ഇലക്ഷൻ കൊണ്ടുവരണം. അപ്പം സൂപ്പർ സെഷൻ നടന്നതിന് ശേഷമുള്ള 6 മാസത്തിനുള്ളിൽ എന്താണ് അവിടെ ഇലക്ഷൻ കൊണ്ടുവരണം, പുതിയ പഞ്ചായത്തിനെ എലക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. സോ ഇൻ കേസ് ഓഫ് such an imperative super session, election should be held within 6 months from the date of super session. Okay. ഇനി അടുത്ത്, the ന്യായ പഞ്ചായത്ത് should be kept as a separate body from that of development പഞ്ചായത്ത്. അപ്പൊ ന്യായ പഞ്ചായത്ത് എന്നൊരു ആശയം നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ന്യായ പഞ്ചായത്തിനെ ഒരു സെപ്പറേറ്റ് ബോഡി ആക്കി വെച്ചു. ആൻഡ് they should be presided over by a qualified judge. ഇതിനെ പ്രിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഒരു ടോപ്പ് അതോറിറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രസിഡന്റ് ആയിട്ട് ആരെ കൊണ്ടുവച്ചു? ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ജഡ്ജിനെയും സ്ഥാപിച്ചു. Then chief electoral officer of a state in consultation with the chief election commissioner should organize and conduct പഞ്ചായത്ത് രാജ് ഇലക്ഷൻ. പഞ്ചായത്ത് രാജിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹമാണ് ചീഫ് ഇലക്ടോറൽ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്റ്റേറ്റിലെ ചീഫ് ഇലക്ടോറൽ ഓഫീസർ അദ്ദേഹം എന്ത് ചെയ്യും? അവിടുത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറുടെ റെക്കമെൻഡേഷൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അവിടെ പഞ്ചായത്ത് രാജ് ഇലക്ഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നടത്തും എന്നുള്ളത് ഓർത്തു വയ്ക്കുക. നോക്കൂ, നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. അവർ എന്തിനു വേണ്ടിയിട്ടാ?
നമ്മുടെ പാർലമെന്റ് ഇലക്ഷൻസ് അല്ലെങ്കിൽ ലോക്സഭ ഇലക്ഷൻസ്, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സ്റ്റേറ്റ് ലെവലുള്ള ഇലക്ഷൻസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടാണ്. പഞ്ചായത്ത് ലെവലിൽ ഇലക്ഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് സ്റ്റേറ്റ് എന്താ പറയാ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻസ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, ദെൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ദി സ്റ്റേറ്റ്സ് ഉണ്ട്. ഓക്കെ, അത് സ്റ്റേറ്റുകളുടെ ഇലക്ഷൻസിന് വേണ്ടിയിട്ട് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ്. ഓക്കെ, കാരണം എന്താണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ ലെവൽ ഇലക്ഷൻസിന് വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഉണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള ഇലക്ഷനും ഓരോ ഇൻഡിവിജ്വൽ സ്റ്റേറ്റിലുള്ള ഇലക്ഷൻസ് എല്ലാം നടത്തുന്നത്. എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് സ്റ്റേറ്റിന്റെ ജോലി എന്താണ്, പഞ്ചായത്ത് തലത്തിലുള്ള ഇലക്ഷൻ അല്ലെങ്കിൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുള്ള ഇലക്ഷൻസ് നടത്തുക എന്നുള്ളതാണ്. സോ അത് മാറിപ്പോകരുത്. സോ അതാണ് ഈ 9ാമത്തെ പോയിന്റ് പറയുന്നത്. ചീഫ് ഇലക്ടോറൽ ഓഫീസർ ഇലക്ഷൻ കമ്മീഷണർ ആയിട്ട് കൺസൾട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഇലക്ഷൻസും കാര്യങ്ങളെല്ലാം തന്നെ നടത്തും. 10ാമത്തെ പോയിന്റ് എന്ന് പറയുന്നു, ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ദ ജില്ലാ പരിഷത്ത്. അല്ലെ, ഡെവലപ്മെന്റ് ഫംഗ്ഷൻസ് ജില്ലാ പരിഷത്തിന് കൊടുക്കണം. കാരണം ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ എന്താണ് അവര് എന്താണ് അഡ്വൈസറി ബോഡിയാണ് അല്ലെ. സോ ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ഷുഡ് ബി ട്രാൻസ്ഫർഡ് ടു ജില്ലാ പരിഷത്ത് അറ്റ് ഓൾ ദ ഡെവലപ്മെന്റ് സ്റ്റാഫ് ഷുഡ് ബി വർക്ക് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ. അപ്പൊ ഇവിടെ ഈ ഒരു ജില്ലാ പരിഷത്തിന്റെ കാര്യം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് അവരുടെ ട്രാൻസ്ഫർ ഓഫ് പവറിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അല്ലെ. സോ യു ക്യാൻ സി എന്താണ് അവർ എക്സിക്യൂട്ടീവ് ബോഡിയായി. ഓക്കെ, കാരണം എന്താ, മുന്നേ നമ്മുടെ ബൽവന്ത് റായ് മെഹ്ത്ത കമ്മിറ്റിയുടെ സമയത്ത് അവർ എന്താണ് അഡ്വൈസറി ബോഡി ആയിരുന്നു. എന്നാൽ ഇവിടെ ജില്ലാ പരിഷത്ത് എന്ത് ചെയ്തു, എക്സിക്യൂട്ടീവ് ബോഡി ആയിട്ട് മാറി. സോ ദാറ്റ് എന്താണ് അവർക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാനുള്ള പവർ ഒക്കെ തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു പവർ ട്രാൻസ്ഫറിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഡെവലപ്മെന്റ് ഫംഗ്ഷൻ ഷുഡ് ബി ട്രാൻസ്ഫേർഡ് ടു ദ ജില്ലാ പരിഷത്ത് അല്ലെ. ജില്ലാ പരിഷത്തിന് എന്ത് ചെയ്യണം, ഡെവലപ്മെന്റ് ഫംഗ്ഷൻസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതുപോലെ ഓൾ ഡെവലപ്മെന്റ് സ്റ്റാഫ് ഷുഡ് ബി വർക്ക് അണ്ടർ ഇറ്റ്സ് കൺട്രോൾ, അവരുടെ കൺട്രോൾ ആയിരിക്കണം മറ്റ് സ്റ്റാഫുകളെല്ലാം തന്നെ വർക്ക് ചെയ്യേണ്ടത് എന്നെല്ലാം പറയുന്നു. Then voluntary agency should play an important role in mobilizing the support of people for the Panchayati Raj. Okay, ഇനിയിപ്പം നമുക്കറിയാം ഈ പഞ്ചായത്ത് രാജ് ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊണ്ടുവരുന്ന സമയത്ത് അവർ ചുമ്മാ ഒരു ഗവൺമെന്റ് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ അവിടെ കാര്യങ്ങളൊന്നും നടക്കില്ല. സോ ദാറ്റ് എന്താണ്, നമുക്ക് അവിടെയുള്ള ഒരു പീപ്പിളിന്റെ ജനങ്ങളുടെ ഒരു സപ്പോർട്ടും കൂടി അവിടെ ആവശ്യമാണ് അല്ലെ. അപ്പോൾ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്താണ്, നമ്മൾ ഇത്തരത്തിലുള്ള ജനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു വോളണ്ടറി ഏജൻസീസിന് സ്ഥാപിക്കും. അവരെന്ത് ചെയ്യും, ജനങ്ങളടുത്തൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കും, പ്രോപ്പർ അവയർനെസ് കൊടുക്കും. സോ ദാറ്റ് ആ ഒരു ജനറൽ പീപ്പിൾ എന്ത് ചെയ്യും, അവർക്ക് വേണ്ട സപ്പോർട്ട് എല്ലാം തന്നെ കൊടുക്കും. അപ്പൊ ഇത്തരത്തിൽ ജനങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് വോളണ്ടറി ഏജൻസീസിനൊക്കെ എന്ത് ചെയ്യുക, സ്ഥാപിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. Then a minister for Panchayati Raj should be appointed in the State Council of Ministers to look after the affairs of the Panchayati Raj institution. പിന്നെ പഞ്ചായത്ത് രാജ് മിനിസ്ട്രി വേണം എന്നുള്ള ഒരു കാര്യം പറഞ്ഞു. അത് ഇമ്പോർട്ടന്റ് ആണ്. ആദ്യമായിട്ടാണ് പഞ്ചായത്ത് രാജ് മിനിസ്ട്രി വേണം എന്നുള്ള ഒരു കാര്യം നമ്മൾ അവകാശപ്പെടുന്നത് കേട്ടോ. അശോക മേത്തയിലാണ് പറയുന്നത്. Then seat for SC ST should be reserved on the basis of their population. അപ്പൊ SC ST കൾക്ക് റിസർവേഷൻ അടിസ്ഥാനത്തിൽ സീറ്റ് അവരുടെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ റിസർവ് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷൻ ഷുഡ് ബി അക്കോർഡഡ് ടു ദ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. വെരി വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ആദ്യമായിട്ട് എന്താണ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷൻ വേണം എന്നുള്ള കാര്യം എന്താണ് ഈ ഒരു എന്താ പറയാ നമ്മുടെ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞു. അപ്പൊ അശോക് മേത്ത കമ്മിറ്റി പറഞ്ഞ ഇമ്പോർട്ടന്റ് പോയിന്റ്സിൽ ഒരെണ്ണമാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെക്കഗ്നീഷൻ കൊടുക്കണം എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ അല്ലേ ഇവിടെ നോക്കൂ, ഒരു മിനിസ്ട്രി വേണമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ, കണ്ടോ, മിനിസ്ട്രി വേണമെന്ന് പറഞ്ഞല്ലോ, മിനിസ്ട്രി വേണമെന്ന് പറഞ്ഞതും അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാറ്റസ് വേണമെന്ന് പറഞ്ഞതും ആര് തന്നെയാണ്, നമ്മുടെ അശോക് മേത്ത തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ മുന്നേ പറഞ്ഞു എന്താണ് ഇവിടെ ഡിസ്ട്രിക്ട് അതായിരിക്കണം ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത്, ജില്ലാ പരിഷത്തിനെ എക്സിക്യൂട്ടീവ് ബോഡിയാക്കി മാറ്റി എന്നുള്ളതും. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളത്, മാറ്റങ്ങൾ വന്നുകൊണ്ട്. Then finally, due to the collapse of the Janata government before the completion of its term, no action could be taken on the recommendations of the Ashok Mehta committee at the central level. Okay, അപ്പൊ അതായത് ഇപ്പം പിന്നീട് ജനതാ ഗവൺമെന്റ് പോയെങ്കിലും അവരുടെ കാലാവധി കഴിഞ്ഞു, അവർക്ക് ടേം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, അതിനു മുന്നേ അവർക്ക് എന്താണ് പിരിഞ്ഞു പോകേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ റെക്കമെൻഡേഷൻ ഒന്നും തന്നെ എന്ത് ചെയ്തില്ല, പ്രോപ്പർ ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ്. സോ however 3 states such as Karnataka, West Bengal, Andhra Pradesh took steps to revitalize the Panchayati Raj, keeping in view some of the recommendations of this Ashoka Mehta committee. എന്നിരുന്നാൽ പോലും കർണാടക, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നീ സ്റ്റേറ്റുകൾ ഈ അശോക മേത്ത കമ്മിറ്റിയിലെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിൽ ചില സ്റ്റെപ്സുകളൊക്കെ എടുത്തിട്ട് അവരുടെ പഞ്ചായത്ത് രാജുകളൊക്കെ ഒന്ന് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ അവസാനമായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ റെക്കമെൻഡേഷൻ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് അശോക മേത്ത കമ്മിറ്റി എന്ന് പറയുമ്പോൾ 2 ടയർ പഞ്ചായത്ത് രാജ് സിസ്റ്റം ആണ് പ്രൊമോട്ട് ചെയ്തത്. അവിടെ ജില്ലാ പരിഷത്ത് ഡിസ്ട്രിക്ട് ലെവലിലും മണ്ഡൽ പഞ്ചായത്ത് അതിന് തൊട്ട് താഴെ, മണ്ഡൽ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓഫ് വില്ലേജിനാണ് ഉദ്ദേശിക്കുന്നത്, അറൌണ്ട് 15,000 to
20,000ഓളം വരുന്ന ഒരു പോപ്പുലേഷൻ ആണ് അവിടെ വരുന്നത്. ഡിസ്ട്രിക്റ്റിനാണ് ഫസ്റ്റ് പോയിന്റ് ഓഫ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളൊരു പദവി കൊടുത്തത്. ഇനി ജില്ലാ പരിഷത്ത് എക്സിക്യൂട്ടീവ് ബോഡിയായി മാറി. ഇനി എന്താണ്, ദർ ഷുഡ് ബി ഒഫീഷ്യൽ പാർട്ടിസിപ്പേഷൻ ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് എന്ന് പറഞ്ഞു. കമ്പൽസറി പവർ ഓഫ് ടാക്സേഷന്റെ കാര്യം പറഞ്ഞു. സോഷ്യൽ ഓഡിറ്റ് നിർബന്ധമാക്കി. പിന്നെ വോൾണറബിൾ സെക്ഷനുമായി ബന്ധപ്പെട്ട സ്കീമുകളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സോഷ്യൽ ഓഡിറ്റ് വെച്ചത്. ദെൻ സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്താണ്, പഞ്ചായത്ത് രാജിനെ സൂപ്പർസൈഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇനി അഥവാ ചെയ്യുകയാണെങ്കിൽ തന്നെ 6 മാസത്തിനുള്ളിൽ പുതിയ ഇലക്ഷൻ വെച്ച് അവിടെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കണമെന്നും പറഞ്ഞു. ന്യായ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെപ്പറേറ്റ് ബോഡി ഓൾറെഡി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, അതിനൊരു സെപ്പറേറ്റ് ബോഡിയൊക്കെ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അതിനൊരു ക്വാളിഫൈഡ് ജഡ്ജിനെ അതിന്റെ ഒരു പ്രസിഡന്റ് ആക്കി വെക്കുകയും ചെയ്തു. ഓക്കെ. ദെൻ എന്താണ്, ചീഫ് ഇലക്ടോറൽ ഓഫീസർ വന്നു. അതുപോലെ തന്നെ എന്താണ്, പിന്നെ നമ്മൾ നോക്കുമ്പോൾ ജില്ലാ പരിഷത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എന്താണ്, എക്സിക്യൂട്ടീവ് ബോഡിയാണ്. അപ്പൊ അവരുടെ അണ്ടറിലായിരിക്കണം എല്ലാ കാര്യങ്ങളിലും നടക്കേണ്ടതെന്ന് പറഞ്ഞു. പിന്നെ വോളണ്ടറി ഏജൻസീസിനോട് പറഞ്ഞു നിങ്ങൾ പീപ്പിൾസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ അതുപോലെ തന്നെ എന്താണ്, മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് വന്നു. അതുപോലെ തന്നെ എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ റെക്കഗ്നീഷൻ വേണം എന്നുള്ള കാര്യം പറഞ്ഞു. പിന്നെ SC/STസിന് അവരുടെ പോപ്പുലേഷന്റെ അടിസ്ഥാനത്തിൽ സീറ്റ് റിസർവേഷനും കാര്യങ്ങളും കൊടുക്കണമെന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള റെക്കമെൻഡേഷൻസ് ഒക്കെ മുന്നോട്ട് വെച്ചെങ്കിലും ഒരു ഈ പറഞ്ഞ ജനതാ ഗവൺമെന്റ് കൊളാപ്സ് ആയതുകൊണ്ട് തന്നെ ഈ റെക്കമെൻഡേഷൻസ് ഒന്നും തന്നെ സെൻട്രൽ ലെവലിൽ അപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അത് കൊണ്ടുവരാൻ പറ്റിയില്ല. എന്നിരുന്നാലും ചില സ്റ്റേറ്റുകൾ സച്ച് കർണാടക, വെസ്റ്റ് ബംഗാൾ, ആന്ധ്രാപ്രദേശ് എല്ലാം തന്നെ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് എന്താണ് അവരത് ഈ റെക്കമെൻഡേഷൻസ് എല്ലാം തന്നെ പ്രാവർത്തികമാക്കിയിരുന്നു എന്നുള്ള കാര്യം ഒന്നുകൂടെ മനസ്സിലാക്കാം. ഓക്കെ. അപ്പൊ ഇത്രയാണ് നമുക്ക് രണ്ട് കമ്മിറ്റീസ് ആണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. നമ്മളിന്ന് ബൽവന്ത് റായ് മേത്ത കമ്മിറ്റിയും അതുപോലെ തന്നെ എന്താണ് അശോക് മേത്ത കമ്മിറ്റിയും പറഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനായിട്ടുള്ളത് ഇവിടെ GVK റാവു കമ്മിറ്റിയാണ്. ഓക്കെ. നമുക്കത് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എടുക്കാം. ഓക്കെ. ഓക്കെ. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? നമ്മൾ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഹലോ. ഓക്കെ. സോ നമുക്ക് ഇതിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ നിങ്ങളുടെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, നിങ്ങളൊന്ന് ആൻസർ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ. അതിനുശേഷം നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. നിങ്ങൾ ഒന്നെങ്കിൽ ചാറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ. നിങ്ങൾ മടിച്ചൊന്നും ഇരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. കാരണം എക്സാം പാസ്സാവുക എന്നുള്ളത് നിങ്ങളുടെയാണ് ആവശ്യം. അതുകൊണ്ട് നിങ്ങൾ മടിച്ചൊന്നും ഇരിക്കണ്ട. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്താ പറയാ, മൈൻഡിൽ വെച്ച് പോരുത്. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോയിട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. ഓക്കെ. സോ എനിവേ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, in which year the government of India appointed a committee to examine working of community development program? In which year the government of India appointed a committee to examine the working of community development program? എല്ലാവരും മെസ്സേജ് പറഞ്ഞാലും മതി. ആൻസർ ചെയ്യൂ. ഓക്കെ. അമൃത 1952, ശ്രേയ 1957. ഓക്കെ. 1957 ആണ് കേട്ടോ ഉത്തരം. ഓക്കെ. 1957 ആണ്. 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം വന്നത്. ഓക്കെ.
അപ്പം വരുന്ന സമയത്ത് തന്നെ നമ്മൾ റിവ്യൂ ചെയ്യത്തില്ലല്ലോ. ഓക്കെ, 1957 ആ കമ്മിറ്റിയുടെ പേരെന്തായിരുന്നു? റിവ്യൂ ചെയ്യാൻ വന്ന കമ്മിറ്റിയുടെ പേരെന്തായിരുന്നു? പറഞ്ഞേ. വെരി ഗുഡ്, ബാൽവന്ത് റായ് മേത്ത കമ്മിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ. Which was the first state to establish Panchayati Raj system? Which was the first state to establish Panchayati Raj system? Very good. Rajasthan. Very good, very good. Then, who was the chairman of Study Team on Nyaya Panchayat 1962? Who was the chairman of Study Team on Nyaya Panchayat 1962? Okay, നിങ്ങൾക്ക് ഓപ്ഷൻ വേണമെങ്കിൽ തരാം. വി ഈശ്വരൻ, GR രാജഗോപാൽ, RR ദിവാകർ, M രാമകൃഷ്ണയ്യ. വി ഈശ്വരൻ, GR രാജഗോപാൽ, RR ദിവാകർ, M രാമകൃഷ്ണയ്യ. എന്താണ് ഉത്തരം? സ്റ്റഡി ടീം ഓൺ ന്യായ പഞ്ചായത്ത്. നമ്മൾ പറഞ്ഞ ട്രിക്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്താൽ മതി. സ്റ്റഡി ടീം ഓൺ ന്യായ പഞ്ചായത്ത്. വി ഈശ്വരൻ, GR രാജഗോപാൽ, RR ദിവാകർ, M രാമകൃഷ്ണയ്യ. അമൃത പറയുന്നു രാജഗോപാൽ. ഓക്കെ, ശ്രേയ രാജഗോപാൽ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ, ഗുഡ്, ഗുഡ്. ദെൻ സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് രാജ് ഫൈനാൻസ്. സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് രാജ് ഫൈനാൻസ്, അതിന്റെ ചെയർമാൻ ആരായിരുന്നു? സ്റ്റഡി ടീം ഓൺ പഞ്ചായത്ത് രാജ് ഫൈനാൻസ്. ഓക്കെ, ഗുഡ്, ഗുഡ്, ഗുഡ്. സന്താനം. Then Panchayati Raj institution should have a compulsory power of taxation. Panchayati Raj institution should have a compulsory power of taxation. ഈ ഒരു റെക്കമെൻഡേഷൻ മുന്നോട്ട് വെച്ച കമ്മിറ്റി ഏതാണ്? Panchayati Raj institution should have a compulsory power of taxation എന്ന് പറഞ്ഞ കമ്മിറ്റി. അശോക് മേത്ത. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അശോക് മേത്ത. ഒരു ക്വസ്റ്റ്യനോട് ചോദിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Then constitutional recognition should be accorded to Panchayati Raj institution. ഇങ്ങനെ പറഞ്ഞ കമ്മിറ്റി ഏതാണ്? Constitutional recognition should be accorded to Panchayati Raj institution. അശോക് മേത്ത കമ്മിറ്റി. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ഗുഡ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ക്ലിയർ അല്ലേ? നമ്മൾ വൈൻഡ് അപ്പ് ചെയ്താലോ? എന്തോ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടല്ലോ. തുങ്കൺ കമ്മിറ്റി എന്താണ് പറഞ്ഞത്? തുങ്കൺ കമ്മിറ്റി നമ്മൾ പറഞ്ഞില്ലല്ലോ, ഇനി വരുന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് 2 കമ്മിറ്റിയിലേ പറഞ്ഞുള്ളൂ. നമുക്ക് കമ്മിറ്റീസ് ഇനി വരാനുണ്ട്, നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, 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 ഓക്കെ. സോ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.